നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ശശി തരൂരും കോൺഗ്രസും തമ്മിൽ നടക്കുന്നത് ടോം ആൻഡ് ജെറി കളിയാണോ, അതോ തരൂരിനെതിരെ നടപടിയെടുക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് പേടിയാണോ? ധൈര്യമുണ്ടെങ്കിൽ പുറത്താക്കിക്കോ എന്ന് തരൂർ, വേണേൽ പുറത്തുപോയിക്കോ എന്ന് കോൺഗ്രസ്. കോൺഗ്രസ് മുക്ത ഭാരതം ലക്ഷ്യമിടുന്ന നരേന്ദ്രമോദിയെ സ്തുതിക്കും, പിന്നെയും സ്തുതിക്കും. കോൺഗ്രസ് ഹൈക്കമാൻഡിനെ മാത്രമല്ല, രാഹുൽ ഗാന്ധിയെയും നെഹ്റു കുടുംബത്തെയും വരെ വിമർശിക്കും. സ്ഥിരമായി പാർട്ടിക്ക് തലവേദന ഉണ്ടാക്കുക എന്നതാണ് ഇപ്പോൾ തരൂരിൻ്റെ ശീലം. കഴിഞ്ഞ കുറച്ചു കാലമായി തരൂർ വാർത്തകളിൽ നിറയുന്നത് തന്നെ മോദി സ്തുതിയുടെയും കോൺഗ്രസ് വിമർശനത്തിൻ്റെയും പേരിലുമാണ്. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച് ദയനീയമായി തോറ്റ ശേഷം തുടങ്ങിയതാണ് ഈ പരിപാടി. അതിപ്പോഴും ഇങ്ങനെ അനസ്യൂതം തുടരുകയാണ്. എങ്ങനെയെങ്കിലും തനിക്കെതിരെ ഒന്ന് നടപടിയെടുക്കൂ, പുറത്താക്കൂ പ്ലീസ്, രക്തസാക്ഷി പരിവേഷത്തോടെ ഒന്ന് പുറത്തു പോകട്ടെ എന്ന മട്ടിലാണ് തരൂർ നിൽക്കുന്നത്. നോട്ടവും ചാട്ടവും BJP-യിലേക്കെന്നാണ് സംസാരം. മോദിയും BJP-യും ആവുന്നത്ര പ്രോത്സാഹനം നൽകുന്നുണ്ട് താനും. പക്ഷേ തരൂരിൻ്റെ പ്രകോപനങ്ങളെ അവഗണിച്ചു തള്ളുക എന്ന തന്ത്രത്തിലാണ് കോൺഗ്രസ്. പക്ഷേ അതിൻ്റെ പരിധിയൊക്കെ കഴിഞ്ഞില്ലേ എന്നാണ് സാധാരണ കോൺഗ്രസ് പ്രവർത്തകരും നാട്ടുകാരും ചോദിക്കുന്നത്. ഇങ്ങനെ പാർട്ടിയെ തള്ളിപ്പറയുന്ന ഒരാളെ എങ്ങനെ പ്രവർത്തക സമിതിയിൽ വെച്ചുകൊണ്ട് ഒരു പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്ന സംശയവും ശക്തമാണ്. തരൂരിനെതിരെ നടപടിയെടുക്കാൻ കോൺഗ്രസിന് പേടിയാണോ എന്ന ചോദ്യവും ശക്തമായി ഉയരുന്നു. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. കോഴിക്കോട് നിന്നും കുഞ്ഞഹമ്മദാണ് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ കുഞ്ഞഹമ്മദ്, കഴിഞ്ഞ ദിവസമാണ് മോദിയുടെ വികസനത്തോടുള്ള തീവ്രമായ പ്രതിബദ്ധത, സാമ്പത്തിക നയത്തിലെ അദ്ദേഹത്തോടുള്ള യോജിപ്പ്, അദ്ദേഹത്തിനുള്ള എല്ലാ വിഷയങ്ങളിലുമുള്ള അദ്ദേഹത്തിൻ്റെ ഒരു മികവ് ഒക്കെ പ്രത്യേകം എടുത്തു പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം തനിക്ക് പനിയായിരുന്നു, ചുമയായിരുന്നു, അപ്പോഴും അവിടെ പോയിരുന്ന് കേൾക്കാൻ കഴിഞ്ഞതിലുള്ള ഭാഗ്യമൊക്കെ വിവരിച്ചുകൊണ്ട് അദ്ദേഹം എക്സിൽ തരൂർ കുറിച്ചത്. തരൂർ ഇങ്ങനെ സ്ഥിരം തലവേദനയായി നിൽക്കുമ്പോഴും കോൺഗ്രസ് പാർട്ടി തരൂരിനെതിരെ ഏതെങ്കിലും തരത്തിൽ നടപടിയെടുക്കാൻ തയ്യാറാവുന്നില്ല. പേടിയാണോ തരൂരിനെ കോൺഗ്രസിന്? നമസ്കാരം സാറേ. നമസ്കാരം. ഈ സംഗതി ഇന്ന് പൊതുവേദി ചർച്ചക്കെടുത്തതിൽ ഞാൻ നിങ്ങളെ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. കാരണം കോൺഗ്രസിൽ ടിക്കറ്റിൽ നിന്ന് തിരുവനന്തപുരത്ത് ജയിച്ച് MP ആയി 2,30,000 രൂപ ശമ്പളം വാങ്ങുന്ന ഒരു MP ശശി തരൂർ നെഹ്റു കുടുംബത്തെയും അധിക്ഷേപിച്ച ഒരു വ്യക്തിയാണ്. മോഡിയെ ഇങ്ങനെ സ്തുതിക്കുക, അദ്വാനിനെ സ്തുതിക്കുക. ഏതെങ്കിലും ഹൈക്കമാൻഡിൽ ആണുങ്ങളുണ്ടോ ഇയാളെ പുറത്താക്കാനാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇത്രയും നാണം കെട്ട ഒരു പാർട്ടിയായി കോൺഗ്രസ് ഇന്ത്യയിലും കേരളത്തിലും അതപ്പതിച്ച് കഴിക്കുന്ന എനിക്ക് പറയാനുള്ളത്. ഇതിനെ പറയാനുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ജനാർദ്ദനാണ് വയനാട് നിന്നും. ശ്രീ ജനാർദ്ദനൻ, ഈ എന്നെ ഒന്ന് പുറത്താക്കൂ എന്ന് പറഞ്ഞ് നിരന്തരം പ്രകോപനം ഉണ്ടാക്കുന്നു. രാഹുൽ ഗാന്ധിയെ മാത്രമല്ല, നെഹ്റു കുടുംബത്തെ അടക്കം ആക്ഷേപിക്കുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും തരൂരിനെതിരെ കോൺഗ്രസ് നടപടിയെടുക്കുന്നില്ല. ഈ കോൺഗ്രസിന് എന്താണ് തരൂരിനെതിരെ നടപടിയെടുക്കാൻ ഏതെങ്കിലും തരത്തിൽ പേടിയുണ്ടോ? കോൺഗ്രസിന് നടപടിയെടുക്കാൻ ധൈര്യം ഉണ്ടാവില്ല. കോൺഗ്രസിന് അങ്ങനത്തെ പേടിയാ. കോൺഗ്രസ് നടപടിയെടുത്താൽ കോൺഗ്രസ് ആകെ പളരും, കേരളത്തിൽ പളരും. ഈ തരൂരിനെതിരെ നടപടിയെടുത്താൽ കൂടെ പോകാൻ ഒരു പൂച്ച കുഞ്ഞെങ്കിലും കാണുമോ? അതൊക്കെ വെറുതെ പറയാ. കോൺഗ്രസിന്റെ പുറത്താക്കിയിട്ട് ധൈര്യം എടുക്കൂല. കോൺഗ്രസിന് ഇനി എന്ത് പറഞ്ഞാലും കോൺഗ്രസ് എടുക്കൂല. കോൺഗ്രസിനത് പേടിയാ. ആരിനി കോൺഗ്രസ് ഇപ്പൊ കണ്ടില്ല, ഇന്നലെ വാർത്ത കേട്ടോ, ഒരു മേയറായിട്ട് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ച് അയാൾക്ക് വോട്ടില്ല എന്ന് പറയുമ്പോ അതുപോലും പരിശോധിക്കാൻ നേരാതെ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ട് നിർത്തിയിരിക്കുക. ഈ അകപ്പതിച്ച് ഈ കോൺഗ്രസിന്റെ ഗതികേട് എന്ന് പറഞ്ഞാൽ ഈ കോൺഗ്രസ് ഈ രാജ്യത്ത് ഉന്മൂലനം ചെയ്യാൻ പോവുകയാണ്. ഈ കോൺഗ്രസിന് ഇനി നിലപ്പില്ല ഇന്ത്യ രാജ്യം. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ പ്രദീപാണ് ഇടുക്കിയിൽ നിന്നും. ശ്രീ പ്രദീപ്, കോൺഗ്രസ് ഈ തരൂരിനെതിരെ ഇത്രയേറെ പ്രകോപനം ഉണ്ടാക്കിയിട്ട് നടപടിയെടുക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പേടിച്ചിട്ടാണോ, അതോ ഇനി തന്ത്രപരമായി അവർ അങ്ങനെ ഒരു മൗനം പാലിക്കുന്നതാണോ? കോൺഗ്രസിന്റെ കാര്യം കട്ടപ്പോയി ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അനങ്ങാണ്ടിരിക്കുക, അനങ്ങി കഴിഞ്ഞ കളിയാ. അതുകൊണ്ടാണ് കോൺഗ്രസ് അനങ്ങാണ്ടിരിക്കുന്നത്. ഇത് തീർന്നു പോകാമല്ലേ, മൊത്തം തീർന്നു. ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കേരളത്തിലും തീർന്നു. കേരളത്തിൽ ഈ കുട്ടി കോൺഗ്രസ്സുകാരെ കൂടെ ഫേറാൻഡാലും തൂത്തുന്നതിനെ ഷൈഞ്ഞ് നടക്കാൻ മേലുണ്ട്. വല്ല പ്രയോജനമുണ്ടോ? ഒരു വീട്ടിൽ കയറി വോട്ട് ചോദിക്കാൻ പറ്റില്ല, അറിയാം. മറ്റൊരു പണിയെടുക്കുന്നുണ്ട്, കാര്യം കള്ളന്മാരാണെങ്കിലും. അതാണ് സംഭവം. അതാണ് അവർ വോട്ടും കൊണ്ട് പോകണം. ഇപ്രാവശ്യം കാര്യം എനിക്ക് കമ്മ്യൂണിസ്റ്റുകാരെ തീരെ ഇഷ്ടമല്ല.
അവരെ ജയിക്കുള്ളൂ. ഇപ്പോഴും നോക്കിയല്ലോ, ഇവര് ഇല്ല മുമ്പ് അങ്ങനെ ഈ മനുഷ്യനെ പറ്റിച്ച് ചായ കുടിച്ച് നടക്കുള്ളൂ, ജയിക്കാനും പോകില്ല. അതാണ് മറ്റേ ശശിധരൻ്റെ അടുത്ത് ഒന്നും കളി നടക്കില്ലാത്തത്. അതിൽ എന്ത് പറഞ്ഞാലും ഒന്നും പറയാൻ പോകില്ല, മിണ്ടാണ്ട് പോകും. മിണ്ടി കഴിഞ്ഞാൽ പിന്നെ കളിയിട്ടുള്ളൂ, ഒന്നും വെള്ളം കൂടി ഇല്ലാണ്ടാവും, അത്രേ ഉള്ളൂ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, നിരന്തരം മോദി സ്തുതി നടത്തുക, നിരന്തരം കോൺഗ്രസ് നേതൃത്വത്തെ പ്രകോപിപ്പിക്കുക, അങ്ങനെയൊക്കെ ആയിട്ടും കോൺഗ്രസ് ഏതെങ്കിലും തരത്തിൽ തരൂരിനെതിരെ നടപടിയെടുക്കുന്നില്ല. തരൂർ BJP-യിലേക്ക് എന്ന മട്ടിലൊക്കെ ചില സൂചനകൾ പലപ്പോഴും പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും ഔദ്യോഗികമായി അദ്ദേഹം എവിടെയും പറഞ്ഞിട്ടില്ല താനും. എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? സാർ നമസ്കാരം. കോൺഗ്രസ് ഈ ശശി തരൂരിനെ പുറത്താക്കത്തില്ല, അതിന് യാതൊരു സംശയവുമില്ല. കോൺഗ്രസ്സുകാർ ഒരു നടപടിയും ശശി തരൂരിനെതിരായി എടുക്കത്തില്ല. കാരണം അദ്ദേഹം പറയുന്ന പോയിന്റുകൾ, അദ്ദേഹത്തെ പുറത്താക്കിയാൽ അദ്ദേഹം പല വിഷയങ്ങളും പറയും. പിന്നെ ദയവായിട്ട് സാറിനോടൊരു കാര്യം പറയാനുള്ളത്, ഒരു 30 സെക്കൻഡ് സമയം എനിക്ക് തരണം. എന്നെ വ്യക്തിപരമായി ഇന്നലെ ആക്ഷേപിച്ചിട്ടുണ്ട്. അത് മറുപടി കൊടുക്കാതിരിക്കാൻ സഭ്യമായ ഭാഷയിൽ മറുപടി കൊടുക്കാം. സാറ് ഞാൻ പറയുമ്പോൾ അസഭ്യമാണെങ്കിൽ കട്ട് ചെയ്തോ. സാറൊരു 30 സെക്കൻഡ് സമയം എനിക്ക് തരണം. ബഹുമാന്യനായ തിരുവനന്തപുരത്ത് ദീപു സാറോട് അങ്ങേയറ്റ ബഹുമാനത്തോടെ ഞാൻ പറയുകയാണ്, CPM-ന്റെ നോമിനിയായി CPM-ത്തിന്റെ ഇംഗിതത്തിന് വേണ്ടി ശബരിമലയിൽ പ്രവർത്തിച്ച് അവിടുന്ന് സ്വർണം കട്ട് കൊണ്ടുപോയ വ്യക്തിയെ സാറേ എന്ന് വിളിക്കാൻ എന്നോട് കൽപ്പിക്കാൻ AKG സെന്ററിന്നോ സാറിനോടുള്ള ബഹുമാനം നിലനിർത്തി താങ്കളുടെ വീട്ടിൽ നിന്നോ അല്ല ഞാൻ ജീവിക്കുന്നത്. ഞാൻ ഇന്ത്യയിൽ നികുതി അടക്കുന്ന ഒരു പൗരനാണ്. എന്നെ തിരുത്താനൊന്നും താങ്കൾ മെനക്കെടണ്ട. 10-78 വയസ്സെനിക്കായി. ഞാൻ 10-35 കൊല്ലം പ്രവാസിയായി വർക്ക് ചെയ്തു വന്നതാണ്. അതുപോലത്തെ ബാലകൃഷ്ണൻ, അപ്പോൾ ഈ 10-78 വയസ്സായി 10 വർഷം പ്രവാസിയായി എന്നൊക്കെ പറയുന്നു. ജീവിതാനുഭവങ്ങൾ ഒരുപാടുണ്ട്. ഒരാളെയും ഞാൻ പറഞ്ഞോട്ടെ, താങ്കൾ പറഞ്ഞത് കേട്ടല്ലോ, ഒരാളെയും കള്ളൻ എന്ന് പറയട്ടെ, ഒരാളെയും കള്ളൻ എന്ന് വിളിക്കണമെങ്കിൽ കോടതി അയാൾ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് അയാൾ തെളിയിക്കണം. കോടതി കുറ്റക്കാരനാണെന്ന് വിധിക്കണം. അതുവരെയും ഒരാളെയും കള്ളൻ എന്ന് വിളിക്കാൻ 78 വയസ്സല്ല, ഇനി എത്ര കാലം ജീവിച്ചാലും താങ്കൾക്ക് അതിനുള്ള അവകാശമില്ല. അങ്ങനെ ഒരാളെ കള്ളൻ എന്ന് വിളിച്ചാൽ സ്വാഭാവികമായി മറ്റുള്ളവർ മറുപടി പറയും. ശബരിമലയിലെ സ്വർണം കട്ട അതെങ്ങനെ കട്ടു എന്ന് താങ്കൾക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും കോടതി ചോദിച്ചോ? ശബരിമലയിലെ സ്വർണം കട്ടുന്നു താങ്കൾക്ക് ഇങ്ങനെ കള്ളൻ കള്ളൻ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പോവാം, അല്ലാതെ അതിന് എന്തെങ്കിലും ഒരു തെളിവ് വേണ്ടേ, ഒരു ലോജിക്ക് വേണ്ടേ? പറയുമ്പോൾ നിങ്ങൾക്കെതിരെ ആരോപണമുണ്ട്, അത് പറയാം. അല്ല, ഒരാളെ കള്ളൻ എന്ന് വിളിക്കണമെങ്കിൽ കോടതി പറയണം അയാൾ കട്ടുകൊണ്ട് പോയി എന്ന് പറയണം. അങ്ങനെ കട്ടുകൊണ്ട് പോയെന്ന് ഒരു കോടതിയും ഇതുവരെ പറഞ്ഞിട്ടില്ല. താങ്കൾക്ക് അങ്ങനെ പറയാം, പക്ഷെ അത് വിവരമുള്ള മനുഷ്യരാരും അത് അംഗീകരിക്കില്ല. വിവരമുള്ള ഒരു മനുഷ്യരും അംഗീകരിക്കില്ല. ഇന്ത്യയിലെ നിയമവ്യവസ്ഥ അംഗീകരിക്കുന്ന, ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്ന ഒരാൾക്കും അത് അംഗീകരിക്കാൻ കഴിയില്ല. താങ്കൾക്ക് എന്ത് വേണമെങ്കിലും പറയാം, താങ്കളുടെ സ്വാതന്ത്ര്യമാണ്. താങ്കൾ അങ്ങനെയൊക്കെ പറഞ്ഞു. അറസ്റ്റിലായിട്ടുണ്ടെങ്കിൽ കള്ളനാണ്. താങ്കൾ വീടിന്റെ അതിൽ വേണമെങ്കിൽ കുറച്ച് തവണ ഉറക്കെ ഇത് പറഞ്ഞോളൂ. ശ്രീ ബാലകൃഷ്ണൻ, CPM-ന്റെ സംസ്ഥാന നേതാക്കന്മാരുണ്ടല്ലോ, ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നരാധൻ എന്ന് വിളിച്ച CPM സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുണ്ടല്ലോ, അവരെയൊക്കെ തിരുത്തട്ടെ. ശരി, ഓക്കെ, ശരി, നടക്കട്ടെ. ശ്രീ ബാലകൃഷ്ണൻ, മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട്. ശ്രീ ശിവദാസനാണ് ബാലരാമപുരത്ത് നിന്നും. ശ്രീ ശിവദാസൻ, ഈ തങ്ങളുടെ MP കൂടിയാണല്ലോ ഈ ശശി തരൂർ. ശശി തരൂരിന് ഇപ്പോൾ വാർത്തകളിൽ വരുന്നതെല്ലാം ഒന്നുകിൽ കോൺഗ്രസിനെ ഏതെങ്കിലും തരത്തിൽ പ്രതിസന്ധിയിലാക്കുന്ന വാദങ്ങൾ ഉയർത്തുന്നു, അല്ലെങ്കിൽ മോദിയെ സ്തുതിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം നിരന്തരം വാർത്തകൾ നിൽക്കുന്നത്. മറ്റ് വലിയ പ്രധാനപ്പെട്ട ആശയപരമായ വിഷയങ്ങളൊക്കെ ഉയർത്തി വാർത്തകൾ നിന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ അപ്പോഴും നടപടിയെടുക്കാൻ തയ്യാറാവുന്നില്ല കോൺഗ്രസ്. എന്തുകൊണ്ടാവും? നമസ്കാരം. എന്റെ സ്ഥലം ഓച്ചിറയാണ്. തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. കേട്ടില്ല. വിവാഹം കഴിഞ്ഞ ആളാണോ? ഓ, വിവാഹം കഴിഞ്ഞ് 2 കുട്ടികളുമുണ്ട്. അറിയാൻ വേണ്ടി വിളിച്ചു. എല്ലാവരും അന്വേഷണം പറഞ്ഞിരിക്കുക. ശരി, അവരോട് അന്വേഷണം പറയാം. ഓക്കെ. തരൂര് സാറും ഞാനും ഫസ്റ്റ് മത്സരിച്ചപ്പോൾ, ഒരുമിച്ച് അദ്ദേഹം മത്സരിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ രാവിലെ 6 മണി മുതൽ രാത്രി 11 മണി ഉണ്ടായിരുന്ന ആളായിരുന്നു. അദ്ദേഹം ഞാൻ സാധാരണ മനുഷ്യ പഠിച്ച ആളാണ്. പക്ഷെ അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളും തെറ്റായിട്ട് സമൂഹങ്ങൾക്ക്, മാധ്യമങ്ങൾക്കോ അറിവുള്ളവർക്കോ തെറ്റായി പറയാൻ പറ്റത്തില്ല. അതാണ് അദ്ദേഹത്തിന് കോൺഗ്രസ് തൊടാത്തത്. അല്ല, തരൂരിനെ തൊടാത്ത വേറെ ഒന്നും കൊണ്ടല്ല. അറിവും ബുദ്ധിയും കഴിവുള്ള KC വേണുഗോപാൽ സാർ ഇരിക്കുന്ന സ്ഥാനത്ത് തരൂർ ഇരുന്നുവെങ്കിൽ ബീഹാറിനെ പോലെ മാനം കെടാനോ അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റേറ്റുകളിൽ
ഈ കോൺഗ്രസിന് ഒരു MLA ഇല്ലാതാക്കേണ്ട ഗതിയുടെ വരുത്തി വെച്ചതാരെന്ന് കേട്ടാൽ ആ പ്രയാസം കൊണ്ടാണ് അദ്ദേഹം ഇത് പറയുന്നത്. അത് ഇനി നെഹ്റു കുടുംബത്തിനെ പൊക്കി വെച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി എന്റെ നേതാവിന് അദ്ദേഹത്തിനെ പൊക്കി വെച്ചുകൊണ്ട് കോൺഗ്രസ് നയിക്കുകയാണെങ്കിൽ അത് പാർട്ടി ഇന്ന് കോൺഗ്രസ് പാർട്ടി ഇവിടെ അഹംവദിച്ചു മാറും. അവിടെ ഇവിടെ ഈ CPM കിടക്കും പോലെ ഒരു സീറ്റ് ഒതുങ്ങേണ്ടി വരും. അത് മനസ്സിലാക്കിയിട്ട് ഒരു കോൺഗ്രസ്സുകാരനാണ്, ജനാധിപത്യ രാജ്യം ജീവിക്കുന്ന ഒരാളാണ് എന്നുള്ള അറിവും ബുദ്ധിയും കഴിവുള്ളതുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. അതാണ് അദ്ദേഹം തൊടാത്തത്. അദ്ദേഹം പറഞ്ഞു ഏതെങ്കിലും കാര്യം തെറ്റുണ്ടെങ്കിൽ ഇന്നലെ ഈ മോദിയെ തരൂർ സ്തുതിച്ചത് എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? മോദിയുടെ വികസനത്തോടുള്ള പ്രതിബദ്ധത, അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക നയത്തോടുള്ള പ്രതിബദ്ധത, അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളുള്ള പ്രതിബദ്ധതയൊക്കെ പറഞ്ഞത് എങ്ങനെയാണ്? അത് കോൺഗ്രസ്സുകാർക്ക് ഏതെങ്കിലും കാലത്ത് അംഗീകരിക്കാൻ കഴിയുന്നതാണോ? ഓക്കെ, ഒരു കാര്യം പറയട്ടെ. ഞാൻ കോൺഗ്രസ് DC എക്സിക്യൂട്ടീവ് മെമ്പറാണ് 2017 മുതൽ 10. ഇപ്പൊ എനിക്കറിയില്ല, ഞാൻ അങ്ങോട്ട് പോകാറുമില്ല. അത് കോൺഗ്രസ് തന്നെയാണ്. ഞാൻ ചോദിക്കുന്നത് സാറേ, ഇന്ത്യ മഹാരാജ്യത്ത്, ജനാധിപത്യ രാജ്യത്ത്, ജനങ്ങളെ തൊട്ടറിയുന്ന, ഇന്ത്യയെ സ്നേഹിക്കുന്ന, ഇന്ത്യ ഓരോ പൗരനെയും പശുവിനെയും മൃഗങ്ങളെയും സ്നേഹിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവാചകൻ ചൂണ്ടിക്കാണിക്കാൻ രാഷ്ട്രപിതാവ് കഴിഞ്ഞാൽ എനിക്ക് പറയാം, രാഷ്ട്രീയ പ്രവാചകൻ മോദി എന്ന് പറയും. എനിക്ക് ഒരു അഭിമാനത്തിന് പ്രശ്നമില്ല. അദ്ദേഹം ചില കാര്യങ്ങൾ ഒരു എന്റെ മക്കൾ ജോലിക്ക് പോയിരിക്കുകയാണ്. പണ്ട് ഈ മോദി വരും മുമ്പേയും വാജ്പേയി വരും മുമ്പേയും ഇന്ത്യന്റെ പാസ്പോർട്ട് കണ്ടാൽ പട്ടികളെ പോലെ, ഇന്ന് ഇന്ത്യന്റെ പാസ്പോർട്ട് കണ്ടാൽ വിറയ്ക്കും. അതേത് രാജ്യമാണ് അങ്ങനെ? നമ്മുടെ രാജ്യം പുരോഗമിക്കുന്ന നല്ല കാര്യം. പണ്ട് കണ്ടാൽ പട്ടിയെ പോലെ ഇപ്പോൾ വിറയ്ക്കും എന്നൊക്കെ പറഞ്ഞാൽ അത് എങ്ങനെയാണ്? ഇന്ന് നമ്മളെ പാസ്പോർട്ട് കണ്ടവർ വിറയ്ക്കും. അതേത് രാജ്യമാണെങ്കിൽ ഇന്ത്യൻ പാസ്പോർട്ട് കാണുമ്പോൾ വിറയ്ക്കുന്നത് ശ്രീ ശിവദാസൻ? കാരണം പണ്ട് നിയമം മാറ്റി നിർത്തും. നമ്മൾ എമ്യൂണിക്കേഷൻ ഞാൻ 14 വർഷം വരെ എത്തിക്കിടന്നാണ്. എമ്യൂണിക്കേഷൻ ചെന്നാൽ മാറ്റി നിർത്തും. നല്ല കാര്യം. ഇന്ത്യൻ പാസ്പോർട്ട് കാണുമ്പോൾ ആളുകൾക്ക് ബഹുമാനം. വിലയുണ്ട് സാറേ. ഞാൻ ഇടയ്ക്ക് സംസാരിക്കുന്ന സമയത്ത് ഞാൻ പറയാറില്ല, കാരണം സാറിന് ബഹുമാനോട് പറയാനുള്ളത്. ഇന്ത്യൻ പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ പണ്ട് ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ പുച്ഛമാണ്. ഇന്ന് അതല്ല. ഇന്ന് ലോകവിപണി, ലോകരാഷ്ട്രങ്ങളിൽ ഞാൻ ഇന്ത്യക്കാരെന്ന് പറയാൻ അംഗീകാരം ചൂണ്ടിക്കാണിച്ചു. ലോകരാഷ്ട്രങ്ങൾ വിദേശത്താണ് നേടിക്കൊടുത്തത്. ഏത് ഇന്ത്യൻ പൗരനും എവിടെ ഇരുന്ന് നമുക്ക് മാർക്കറ്റ് കരാറിൽ പങ്കെടുക്കാം, പങ്കെടുക്കാം കഴിവ് കൊടുത്ത ഒരു ആളായിരുന്നു. അത് ഞാൻ BJP എന്നല്ല, നമ്മൾ അടൽ ബിഹാരി വാജ്പേയി ശേഷം ഇന്ത്യ സ്നേഹിക്കാൻ, ഇന്ത്യ രാഷ്ട്രീയ പിതാവിനെ കഴിഞ്ഞാൽ രാഷ്ട്രീയ പ്രവാചകൻ നമ്മുടെ എല്ലാവരും. ശ്രീ ശിവദാസൻ, ശ്രീ വിജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ വിജയകുമാർ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ശ്രീ വിജയകുമാറിന്റെ ടെലിഫോൺ തടസ്സപ്പെടുന്നത് ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്ന്. ശ്രീ ദിവാകരൻ, എന്തുകൊണ്ടാണ് ഈ തരൂരിനെതിരെ നടപടിയെടുക്കാൻ കോൺഗ്രസ് ഭയപ്പെടുന്നത്? വേറെ അതായത് എത്ര പഠിച്ചാലും അയാൾ പഠിക്കുന്നില്ല. എന്താ പറഞ്ഞാല് ജനങ്ങൾ കഷ്ടപ്പെട്ട് കോൺഗ്രസിന്റെ ലേബലിൽ അയാൾ ജയിച്ചിട്ട് MP അതിന്റെ എല്ലാ ശമ്പളവും കൈപ്പറ്റിയിട്ട് ഉപ്പും ചോറും തന്നിട്ട് അയാൾ ഇങ്ങനെ മാറി കളിക്കുക. എന്തോ ഒരു വെറുപ്പുണ്ട്. എന്താന്ന് വെച്ചാല് അന്നത്തെ ഇതില് തോറ്റുപോയിനല്ലോ ഗാർഗന്റെ കൂടെ തോറ്റ്. ആ ജയിച്ച് അന്നേരെ ഇയാളെ മനസ്സിലുണ്ട്. എന്താ പിന്നെ ഇയാള് വേറെ ഏതും പാർട്ടിയിലേക്ക് പോകല്ലേ വേണ്ട? ഒരറിവും ബുദ്ധിയും ഇല്ലാത്ത ആളാണ് അദ്ദേഹം തെളിയിച്ച് കൊണ്ടേയിരിക്കുകയാണ്. എന്താന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് അത്രയും പ്രയത്നിച്ച ശ്രീമതി ഇന്ദിരാഗാന്ധി, അതായത് ഈ ധീര വനിത, അവരുടെ കൊച്ചുമക്കളാണ്. അതായത് ലോകം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയങ്ക ഗാന്ധി അത്രയും ഐശ്വര്യമുള്ള അവരാ. പിന്നെ രാഹുൽ ഗാന്ധി, അവര് എത്രയോ ജീവിതത്തിന്റെ കഷ്ടപ്പെട്ടിട്ട് അച്ഛനും അമ്മയും ശ്രീമതി അൽഫോൺസയാണ് കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീമതി അൽഫോൺസ, താങ്കൾക്ക് എന്ന് തോന്നുന്നു ഒരു പാർട്ടിയിൽ നിന്ന് ആ പാർട്ടിയുടെ പ്രവർത്തക സമിതി പോലെ ഏറ്റവും സുപ്രധാനമായ പദവികൾ നിൽക്കുന്നു, അപ്പോഴും നിരന്തരം ആ പാർട്ടിയെ വിമർശിച്ചുകൊണ്ട് അകത്ത് പറയേണ്ട കാര്യങ്ങൾ പുറത്തു പറഞ്ഞ് ആ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ടും തരൂരിനെതിരെ ഏതെങ്കിലും തരത്തിൽ നടപടിയെടുക്കാൻ കോൺഗ്രസ് തയ്യാറാവുന്നുമില്ല. എന്തായിരിക്കും കാരണം? ഹലോ സാറേ, അതെ, നമ്മള് ആരെയും അങ്ങനെ ഇതായിട്ട് കുറ്റം പറയാൻ പാടില്ലല്ലോ. എല്ലാവർക്കും വിമർശനത്തിനുള്ള എന്താ പറയണേ, നമുക്ക് അവകാശമുണ്ട്, നമുക്ക് അതിനുള്ള അധികാരമുണ്ട്. നല്ല കാര്യങ്ങൾ പറയുമ്പോൾ അത് നല്ലതാണെന്നും അല്ലെങ്കിൽ മോശ കാര്യങ്ങൾ പറയുമ്പോൾ മോശമാണെന്നും നമുക്ക് പറയാം. പിന്നെ നമ്മള് ആരെയും സെലിബ്രിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും സെലിബ്രിറ്റികളാണ്. ഒരു വോട്ടർ എന്ന് പറഞ്ഞാൽ എല്ലാവരും സെലിബ്രിറ്റികളാണ്. തരൂരിനെ പേടിച്ചുകൊണ്ടായിരിക്കില്ല. നമ്മൾ ആ വ്യക്തിത്വത്തെ എപ്പോഴും മാനിക്കണം. അല്ലെ, അറിവുള്ള വ്യക്തിയാണ്. പിന്നെ പറഞ്ഞതിൽ എന്താണ് ശരിയോ തെറ്റോ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ്.
പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ ഒരിക്കലും കോൺഗ്രസ് വിട്ടു പോകുമെന്ന് തോന്നുന്നില്ല. കാരണം കോൺഗ്രസ് വിട്ടു പോകാനായിട്ട് സാധിക്കില്ല, പോകുകയില്ല. അതുകൊണ്ട് നമ്മൾ ആരെയും നമ്മൾ അനാവശ്യമായിട്ട് കുറ്റം പറയുകയോ അവരെ വിമർശിക്കുകയോ അവരെ കുറിച്ച് വേണ്ടാതെ നമ്മൾ എല്ലാം ഇത് ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല. ഏത് പാർട്ടി ആയിരുന്നാലും ശരി, എല്ലാവരും വിമർശനങ്ങൾക്കും അധീനരാണ്. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ രാജനാണ് തിരുവല്ലയിൽ നിന്ന്. ശ്രീ രാജൻ, ഈ തരൂരിൻ്റെ വിമർശനങ്ങളെ അവഗണിച്ച് തള്ളുക എന്നുള്ളത് ഒരു കോൺഗ്രസിൻ്റെ ഒരു തന്ത്രമാണോ, അതോ തരൂരിനെതിരെ നടപടിയെടുക്കാൻ കോൺഗ്രസ് എന്തോ ഭയപ്പെടുന്നുണ്ടോ? നമസ്തേ സാർ. നമസ്തേ. കോൺഗ്രസ് ഭയപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അഭിപ്രായം പറയാനും വിമർശിക്കാനും എല്ലാവർക്കും അവകാശമുണ്ടല്ലോ. ഇപ്പം മോദിയെ പുകഴ്ത്തി പറഞ്ഞു കോൺഗ്രസിന്റെ കുടുംബ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അത് തെറ്റല്ലല്ലോ, അത് ഉള്ളതല്ലേ. പിന്നെ ശശി തരൂരിനെ ആരും മാനിക്കുന്നില്ല. ആ പുള്ളികൾ കിട്ടേണ്ട വില പുള്ളിക്ക് കിട്ടുന്നില്ല കോൺഗ്രസിൽ നിന്ന്. അത് വലിയൊരു പ്രശ്നമാണ്. ഇവിടെ കേരളത്തിൽ വന്നാലും പുള്ളിയെ ആരും സ്വീകരിക്കുന്നില്ല. കേന്ദ്രത്തിലാണേലും പുള്ളിക്ക് തക്കതായ വില കൊടുക്കുന്നില്ല. അപ്പം പുള്ളി കുറെ ഇതാവും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ രാജൻ. ശ്രീ കമാൻഡർ മാത്യു ആണ് മുംബൈയിൽ നിന്നും. ശ്രീ കമാൻഡർ മാത്യു, താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഈ മുംബൈയിൽ നിൽക്കുമ്പോൾ തരൂർ നിരന്തരം പാർട്ടിക്ക് തലവേദന ഉണ്ടാക്കുമ്പോഴും ഏതെങ്കിലും തരത്തിൽ ഒരു നടപടിക്ക് പാർട്ടി തയ്യാറാവുന്നില്ല? എന്താവും കാരണം? നമസ്തേ. ഒരിക്കലും തരൂരിനെതിരായിട്ട് കോൺഗ്രസ് പാർട്ടി ഒരു ഡിസിഷൻ എടുക്കത്തില്ല കിരൺ. എടുക്കാത്തതിന് കാരണമുണ്ട്. എന്ന് വെച്ചാല് ഒരു നല്ല ജനപ്രതിനിധി, നല്ല പൊതുസമ്മതനുമായ നേതാവാണ് ശശി തരൂർ. രണ്ടാമത്തെ കാര്യം, ശശി തരൂർ ഒരിക്കൽ പോലും കോൺഗ്രസ് പാർട്ടിക്കെതിരായിട്ട് ഒന്നും സംസാരിച്ചിട്ടില്ല. മൂന്നാമത്തെ കാര്യം, ശശി തരൂരും ജയറാം രമേശും അല്ലാതെ ആരാണ് ഈ കോൺഗ്രസുകാരെ വിമർശിക്കാൻ ഇന്ന് കോൺഗ്രസ് പാർട്ടിയിലുള്ളത്? നാലാമത്തെ കാര്യം, ഈ ശശി തരൂര് തിരുവനന്തപുരത്ത് വളരെ ജനസമ്മതിയോടുകൂടി ഇപ്പൊ ജയിച്ച ഒരു നേതാവല്ലേ. അപ്പൊ ശശി തരൂരിനെ ഇപ്പൊ നമ്മളൊന്ന് പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ അവിടെ സ്പ്ലിറ്റായി കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഇല്ലാതാവുന്ന അവസ്ഥയിലേക്ക് മാറും. ശശി തരൂരിനെതിരായിട്ട് ഒന്നും കോൺഗ്രസ് ഒരു ആക്ഷനും എടുക്കത്തില്ല. കാര്യം ശശി തരൂർ കോൺഗ്രസിന്റെ അവിഭാജ്യ ഘടകമാണ്, കോൺഗ്രസിന് വേണം. അറ്റ് ദ സെയിം ടൈം ജയറാം രമേശും ശശി തരൂരും ഈ കോൺഗ്രസ് പാർട്ടിയെ വിമർശിക്കണം. ഇല്ലെങ്കിൽ ഇവർ വെറും മഴവാഴകളായി പോവും. ബീഹാർ കണ്ടില്ലേ, നമ്മൾ വെറും ചുരുങ്ങി ഒരുമാതിരി നാണം കെട്ട പരിപാടിയാക്കി കൊണ്ടു തന്നില്ലേ. കൊള്ളാവുന്ന ഹിന്ദി അറിയാവുന്ന വല്ല ജനറൽ സെക്രട്ടറിമാരെ വെക്കാതെ ആൾത്തോ പോലത്തോ ആൾക്കാരെ പിടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി എങ്ങനെ ഇരിക്കും? എന്നിട്ട് ഈ ശശി തരൂരിനെ പറഞ്ഞുവിട്ട് നശിപ്പിക്കണോ? മാധവർ സിന്ധ്യയുടെ മോനെ പറഞ്ഞു വിട്ടു. എത്ര ലീഡേഴ്സിനെ ഇവര് പറഞ്ഞു വിട്ടു, കൊള്ളാവുന്ന നേതാക്കന്മാരെ. എന്താ ഈ കോൺഗ്രസ് പാർട്ടി ചെയ്യുന്നത്? ഇനി ഈ തരൂരിനെയും കൂടെ പറഞ്ഞു വിട്ട് നശിപ്പിക്കാനുള്ള പ്ലാനാണോ? തരൂർ കോൺഗ്രസിന്റെ അവിഭാജ്യ ഘടകമാണ്. ഓരോ ആക്ഷൻ അയാൾക്കെതിരെ എടുക്കാൻ പോകുന്നുമില്ല. കാര്യം ശശി തരൂര് ഒരു വിമർശകനാണ്, പാർട്ടിക്കെതിരായിട്ടല്ല. പുള്ളി പണ്ടത്തെ അഴിമതി, പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് വ്യക്തമായ കാര്യങ്ങളാണ് പുള്ളി പറഞ്ഞു. അങ്ങനെ തന്നെ വേണം പുള്ളി പറയാനേ. കാരണം ഇന്നത്തെ യുവാക്കൾക്ക് ശശി തരൂർ വേണം. അയാളിപ്പം തന്നെ ഇന്നിപ്പോ നിങ്ങളുടെ ടി വി തന്നെ കാണിക്കുന്നുണ്ടല്ലോ, അയാളാണെങ്കിൽ ശബരിനാഥന്റെ കൂടെ കയറി ഇറങ്ങി വോട്ട് പിടിച്ചു കൊടുക്കുമല്ലയോ. അല്ലാതെ BJPക്ക് അയാൾ വോട്ട് പിടിക്കുന്നില്ലല്ലോ, CPM വോട്ട് പിടിക്കുന്നില്ലല്ലോ. അയാൾ വോട്ട് പിടിക്കുന്ന ആർക്ക് വേണ്ടിയാ? അയാൾ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയാ വോട്ട് പിടിക്കുന്നത്. പിന്നെ എന്തെങ്കിലുമൊക്കെ മൂലയിരുന്ന് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഒരു ശക്തമായിട്ട് കോൺഗ്രസിനെ നേർവഴി നയിക്കാൻ അന്താരാഷ്ട്ര ലെവൽ വിവരവും വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യൻ വേണം. അത് അയാളുണ്ട്. അല്ലെ പിന്നെ ഞങ്ങളെ പോലുള്ളവരെ എടുക്കണം. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ഗൗതമാണ് കാസർഗോഡ്. ശ്രീ ഗൗതം, താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഈ തരൂരിനെ കോൺഗ്രസ് ഭയമാണോ അതോ തന്ത്രപരമായ ഒരു നിലപാട് സ്വീകരിക്കുന്നതാണോ? അതിനു മുൻപ് ഈ വിഷയത്തിലേക്ക് വരുന്നതിന് മുൻപ് ബാലകൃഷ്ണൻ വടകര, അത് പോട്ടെ, നമ്മളത് വിട്ടല്ലേ. ഇനി അത് അങ്ങനെ നമ്മൾ ഓരോരുത്തർക്കായിട്ട് മറുപടി പറയണം. താങ്കൾ ഇത് പറയൂ. അല്ല, ഇതുമായി ബന്ധപ്പെട്ട് പറയണ്ടേ കിരൺ? അല്ല, അത് നമ്മൾ ഒരാൾ പറഞ്ഞു, അത് കഴിഞ്ഞ് അങ്ങനെ ഒരാൾക്ക് മറ്റൊരാൾ മറുപടി പറയുമ്പോൾ നമ്മുടെ പരിപാടി നടക്കില്ലല്ലോ. നമുക്ക് ഒരു പരിപാടി നടക്കുമ്പോൾ ഏത് കളിയാലും അതിനൊരു നിയമം ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇതിൽ പറയാം. ഓക്കെ. ഒറ്റൊരു കാര്യം ഞാൻ പറയാം. ശശി തരൂർ മോദിക്ക് വേണ്ടി സ്തുതിപാലകനായി നിൽക്കുന്നതല്ലാതെ എന്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാത്തത്? കോൺഗ്രസിൽ നിന്ന് BJPക്ക് വേണ്ടി വിട്ടുപണിയെടുക്കുന്നതല്ലേ ശശി തരൂർ ചെയ്യുന്നത്? ഒറ്റയടിക്ക് അദ്ദേഹത്തിന് പുറത്താക്കണം. നട്ടലുള്ള ആളില്ല കോൺഗ്രസിൽ. അവരൊരു രക്തസാക്ഷി പരിവേഷം കൊടുത്ത് ഒരാളെ പുറത്തിട്ട് ആളുകൾക്ക് വാർത്തയാക്കേണ്ട എന്ന് കരുതിയുള്ള തന്ത്രപരമായ നിലപാട് വായിക്കൂടെ? BJPക്ക് വിടുപണിയെടുക്കുന്നതാണോ? സ്വന്തം പാർട്ടിയിൽ നിന്ന് BJPക്ക് വിടുപണിയെടുക്കുന്നതാണോ?
ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം അങ്ങനെ. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകേണ്ടതുകൊണ്ട് ശ്രീമതി ജയ ആണ് കൊല്ലത്ത്. ശ്രീമതി ജയ, താങ്കളുടെ പാർട്ടിക്ക് നിരന്തരം തലവേദന ഉണ്ടാക്കുകയാണ് തരൂർ. മോദിയെ നിരന്തരം സ്തുതിക്കുന്നു, പാർട്ടി നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിക്കുന്നു, പക്ഷെ അപ്പോഴും ഒന്നും ഏതെങ്കിലും തരത്തിലൊരു നടപടിക്ക് തയ്യാറാവുന്നില്ല. ഈ കോൺഗ്രസ് പാർട്ടിക്ക് ശരിക്കും തരൂരിനെ പേടിയാണോ? നമസ്കാരം കിരൺ. നമസ്കാരം. കോൺഗ്രസ് പാർട്ടിക്ക് തരൂരിനെ പേടിയായിട്ടല്ല, കോൺഗ്രസ് പാർട്ടിയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വിവരം ഉണ്ടായിട്ടാ. കാരണം അദ്ദേഹം ഇപ്പൊ എനിക്ക് എന്റെ ഓർമ്മയിൽ ഒരു 15 വർഷം എങ്ങാണ്ടായിട്ട് MP ആയിട്ടിരിക്കുന്ന ആളാണ്. അയാൾക്ക് അതിൻ്റെതായിട്ടുള്ള 20 വർഷമായിട്ട് അറിവും എല്ലാം ഉള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ പുള്ളി താഴെയിലുള്ള കോൺഗ്രസ്സുകാരെ ഉപദേശിക്കുകയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ പറയുകയോ ചെയ്യുന്നതിന് അദ്ദേഹത്തിനെ പുറത്താക്കിയതുകൊണ്ട് ഒരു കാര്യവും ഇല്ല. പുറത്താക്കിയാലും പിന്നെ തുടർന്ന് വരുന്ന ആരെങ്കിലും ഒക്കെ ഇങ്ങനെ പറയാൻ കാണും. അതുകൊണ്ട് പുറത്താക്കിയൊന്നും വേണ്ട, പുള്ളിക്കൊരു വാർണിങ്ങോ എന്തെങ്കിലും കൊടുക്കുക. പുള്ളി നല്ലൊരു ജെന്റിൽമാൻ ആണെന്നാണ് എന്റെ ഒരു അഭിപ്രായം. പിന്നെ മോദിയെ സ്തുതിക്കുന്നത് പ്രൈം മിനിസ്റ്റർ അല്ലേ, അപ്പം പുള്ളിയെ സ്തുതിച്ചത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ പാർട്ടിയിൽ നിന്ന് പ്രൈം മിനിസ്റ്റർ ആകുമ്പം പുള്ളി അത് തിരിച്ചു പറഞ്ഞോളും. അതൊന്നും ഒരു വലിയ ഇഷ്യൂ അല്ല എന്നാണ് എന്റെ അഭിപ്രായം. ശരി, എന്തായാലും അങ്ങനെയാണ് കൊല്ലത്തുനിന്ന് ശ്രീമതി ജയ പറയുന്നത്. നമുക്ക് മറ്റൊരു പ്രശ്നമുണ്ട്. ശ്രീ ശരത്താണ് ബാലരാമപുരത്തുനിന്ന്. ശ്രീ ശരത്ത്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? താങ്കളുടെ MP കൂടിയാണല്ലോ ഈ ശശി തരൂർ. നമസ്കാരം. എനിക്ക് പറയാനുള്ളത്, ഇപ്പോ കേരളവും തമിഴ്നാടും ഒഴികെയുള്ള മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം BJP വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതുകൊണ്ട് കേന്ദ്രത്തിൽ തന്നെ ഒരു സീറ്റ് കിട്ടി അവിടെ തന്നെ സെറ്റിൽ ആവാനുള്ള ഒരു തയ്യാറെടുപ്പ് ശശി തരൂർ സാറിന് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പിന്നെ കോൺഗ്രസിനകത്ത് ഇങ്ങനെ കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അദ്ദേഹം തീർച്ചയായിട്ടും കേന്ദ്രത്തിൽ എന്തെങ്കിലും സ്ഥാനം കിട്ടി അവിടെ തന്നെ സെറ്റിൽ ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. കാരണം വിദേശത്തുള്ള രാജ്യങ്ങളിലാണോ അദ്ദേഹം പഠിച്ചിട്ടുള്ളതും മറ്റുള്ള കാര്യങ്ങളിലാണല്ലോ. അപ്പൊ അതെല്ലാം നമുക്കറിയാമല്ലോ. തീർച്ചയായിട്ടും അതുകൊണ്ടായിരിക്കും ഇപ്പൊ എല്ലായിടത്തും കേരളവും തമിഴ്നാടും ഒഴികെ മറ്റുള്ള എല്ലാ സ്ഥലങ്ങളും BJP കേരളവും തമിഴ്നാടും ഒഴികെ മറ്റുള്ള സ്ഥലങ്ങളും അല്ല, കേരളവും തമിഴ്നാടും മാത്രമല്ല, കർണാടകയും തെലങ്കാനയും ബംഗാളും ഒക്കെ ജമ്മു കാശ്മീരും ഒക്കെ പല സ്ഥലങ്ങളും മറ്റ് പാർട്ടികളൊക്കെ ഭരിക്കുന്നുണ്ട്. അതായത് എല്ലാ സംസ്ഥാനങ്ങളും ഇല്ല. എന്നാലും നമ്മൾ കൂടുതൽ നോക്കുമ്പോൾ കൂടുതൽ BJP തന്നെയാണ്. അത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരു അലങ്കോലം ആരും ചോദിക്കാനില്ലാതെ ഒരു നാല് വഴിക്കാറ്റി പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി ഇതിനകത്ത് നിന്നിട്ടും വലിയ കാര്യമില്ലെന്ന് വിചാരിച്ച് പുള്ളി അവിടെ തന്നെ എന്തായാലും ശക്തിയുള്ള ഭാഗത്തോട്ട് തന്നെ നിൽക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നിയപ്പോൾ അത് ശരിയായിട്ടുള്ള തീരുമാനമായിട്ട് വന്നു കാണും. അതുകൊണ്ട് തന്നെയായിരിക്കും ഇങ്ങനെ പിന്നെ പറയാനുള്ള കാര്യങ്ങളെല്ലാം വെട്ടിത്തുറന്ന് പറയുകയും പുസ്തക രൂപത്തിൽ കാര്യങ്ങളൊക്കെ എഴുതുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒത്തിരി പുസ്തകങ്ങൾ പല ഭാഷകളായിട്ട് പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അത് ബുക്ക് സ്റ്റാളിൽ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളൊക്കെ വായിക്കാൻ കിട്ടും. അതൊക്കെ കൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ തങ്കച്ചനാണ് കോട്ടയത്ത് നിന്ന്. ശ്രീ തങ്കച്ചൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ തരൂരിന്റെ കാര്യത്തിൽ ഒരു തന്ത്രപരമായ നിലപാടാണോ കോൺഗ്രസിൻ്റെത്, അതോ കോൺഗ്രസിന് അങ്ങനെ തരൂരിനെ പോലൊരു നേതാവിനെ നടപടിയെടുക്കാൻ ഒരു ഭയം ഉണ്ടോ? നമസ്കാരം സാറേ. നമസ്കാരം സാറേ, ഇത് കോൺഗ്രസിന് ഉൾഭയമാണ് ശശി തരൂരിനെ പോലെ നേതാവിനെ പുറത്താക്കാൻ. ആർജവമുള്ളൊരു കോൺഗ്രസ്സുകാരനായി ശശി തരൂർ വരുമ്പോൾ ഈ ശശി തരൂരിനെ പെട്ടെന്ന് പുറത്താക്കിയാൽ കേരളത്തിൽ എന്തോ കുഴപ്പമുണ്ടാകും കോൺഗ്രസിന്. ഇതൊന്നുമല്ല എനിക്ക് പറയാനുള്ള, ഇന്ത്യ മഹാരാഷ്ട്ര G23 എന്ന് പറഞ്ഞ കുറെ നേതാക്കന്മാരുണ്ടാക്കിയില്ലേ, അതിന്റെ ഫലമായിട്ടാണ് കോൺഗ്രസിന് ഇന്ത്യയിൽ തകർച്ച വന്നത്. ഈ തകർച്ചയെ പേടിച്ചുകൊണ്ടാണ് കോൺഗ്രസ്സുകാർ ഇപ്പോഴും ശശി തരൂരിനെ പുറത്താക്കാതെ. ശശി തരൂരിന്റെ വാദങ്ങൾ പലതും ശരിക്കും പറയാം BJPക്ക് അനുകൂലമായിട്ടാണ് വരുന്നത്. എന്തുകൊണ്ട് ഞാൻ അബ്ദുള്ളക്കുട്ടിയെ സീറ്റും പുറത്താക്കി, എന്ത് പറ്റി നരേന്ദ്രമോദി പ്രശംസിച്ചിട്ട്? എന്നിട്ടും ഒന്നും CPM സംഭവിച്ചിട്ടില്ല. അതുപോലെ ആർജവത്തോടെ ശശി തരൂരിനെ പുറത്താക്കുന്ന ഒരു നിലപാട് കോൺഗ്രസ് എടുക്കണം. അല്ലെങ്കിൽ കോൺഗ്രസ് വീണ്ടും താഴേക്ക് പോകുന്ന പടവലങ്ങ പോലെ താഴേക്ക് പോകുന്ന രീതിയിലേക്ക് വരുള്ളൂ. അതിന് ഏറ്റവും വലിയ കാരണമാണ് ഈ ശശി തരൂര് കാണിക്കുന്ന എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് നല്ല കാര്യങ്ങൾ വിളിച്ചു പറയാൻ നമുക്ക് മോദിയെ കുറിച്ച് പ്രശംസിച്ച കുഴപ്പമൊന്നുമില്ല. ഇത് കോൺഗ്രസിനെ നിർത്തിക്കൊണ്ട് കുറ്റം പറയുന്ന രീതിയിലല്ലേ കാണിക്കുന്നത് ഇപ്പോൾ ശശി തരൂര്. ഇന്ന് ഇന്ദിരാഗാന്ധി ജന്മദിനം വരെ ഈ അവസരത്തിലേക്ക് ഇത്തരം വർത്തമാനങ്ങൾ പ്രതി ശശി തരൂരിനെ തീർച്ചയായിട്ടും ഇന്ദിരാഗാന്ധി ഒരിക്കലും പൊറുക്കില്ല. ഈ ശശി തരൂരിനെ പോലുള്ള ഇനിയും തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചാല് എന്ന് എനിക്ക് പറയാനുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ജോസഫാണ് ബാംഗ്ലൂരിൽ നിന്നും. ശ്രീ ജോസഫ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? തരൂരിന്റെ പക്ഷത്താണോ ന്യായം, അതോ കോൺഗ്രസിന്റെ പക്ഷത്താണോ? എന്റെ അഭിപ്രായത്തിൽ തരൂരിന് വലിയൊരു ഹൈപ്പ് നമ്മുടെ നാട്ടിൽ കിട്ടുന്നുണ്ട്. കാരണം മനുഷ്യന് സാധാരണക്കാർ ഉപയോഗിക്കാത്ത ഇംഗ്ലീഷിലെ പദങ്ങള് അദ്ദേഹം സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് സായിപ്പിനെ കാണുമ്പം കവാത്ത് മറക്കുമെന്ന് പറയുന്ന പോലെ ഇങ്ങനെ ഒരു വലിയ മഹാസംഭവമാണ് എന്ന് പറഞ്ഞു നമ്മളെ അദ്ദേഹത്തെ വലുതാക്കുക. വാസ്തവത്തിൽ അദ്ദേഹത്തെ ചെയ്യുന്നതിനാണ്
അദ്ദേഹം രാജിവെക്കണം കോൺഗ്രസിൽ നിന്ന്. അത് പുറത്താക്കുകയല്ല, സ്വയം രാജിവെച്ചിട്ട് എനിക്ക് ഈ പാർട്ടിയോട് യോജിച്ചു പോകാൻ ബുദ്ധിമുട്ടുണ്ട്, ഇതിന്റെ നരേന്ദ്രമോദി ഇവിടെ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യണം. അല്ലാതെ ഇവിടെ ഇരുന്നുകൊണ്ട് ഇവിടുത്തെ MP ആയിട്ടിരുന്നുകൊണ്ട് ഇവിടുത്തെ വർക്ക് കമ്മിറ്റിയിൽ മെമ്പറായിട്ട് ഇരുന്നുകൊണ്ട് അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി അദ്ദേഹം തന്നെ താക്കുക എന്നുള്ള എന്റെ അഭിപ്രായം. അല്ലാതെ കോൺഗ്രസ്സുകാർ അദ്ദേഹത്തിന് ഒരു നടപടി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അദ്ദേഹം തന്നെ നടപടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ബുദ്ധിയുള്ളവരുടെയൊക്കെ മുന്നിൽ അയാൾ വളരെ ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഒരു വശം. ഇത് വേറൊരു വശം ഞാൻ ഒരു കോൺഗ്രസ്സുകാരനോടാണ് കേട്ടോ. ഈ നമ്മുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ഉണ്ട് കേരളത്തിൽ നിന്ന്. എന്താ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ? അദ്ദേഹം എപ്പം നോക്കിയാലും എനിക്ക് തോന്നി അടുത്ത് തോന്നിയ കാര്യമാണ്, രാഹുൽ ഗാന്ധി എങ്ങാനും അറിയാതെ BJP-യിലോട്ട് പോകുമെന്ന് പോകാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തെ തടഞ്ഞു പിടിക്കാനായിട്ട് ഫുൾ ടൈം ഇവിടെ കൂടെ നടക്കുക. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുടെ ജോലി ഇന്ത്യ മുഴുവൻ നടന്ന് സംഘടനയെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ആ പോസ്റ്റിന് അദ്ദേഹം ഒരു യോഗ്യനുമല്ല. അതാണ് കോൺഗ്രസിന്റെ പ്രശ്നം. ഹിന്ദി നമ്മുടെ കേരളവും തമിഴ്നാടും വിട്ടു കഴിഞ്ഞാല് ഹിന്ദി സംസാരിക്കുന്നതാണ് നമ്മുടെ രാജ്യത്ത് മുഴുവൻ. അവിടെ ഒരു സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുടെ ചുമതലയിലാണ് ആ ഭാഷ അറിഞ്ഞിരിക്കുന്നത് ബേസിക്കായിട്ട്. ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ അറിയുന്ന ആളാണ് ശ്രീ KC വേണുഗോപാൽ. ഭാഷ അറിയാത്തതും KC വേണുഗോപാലിനെ സംബന്ധിച്ച് അതൊരു വിഷയമല്ല. അദ്ദേഹത്തിന്റെ മറ്റു കാര്യങ്ങൾ വീഴ്ച ഉണ്ടെങ്കിൽ ഞാൻ പറയാം, അല്ലാതെ ഭാഷ അറിയാത്ത ഒരാളൊന്നും അല്ല. അല്ല ഭാഷ എന്ന് പറഞ്ഞാൽ പറയാ ഒരു വലിയ വ്യത്യാസമുണ്ട്. നമ്മൾ സാധാരണ ആളുകളോട് വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കുന്ന ഭാഷയും നമ്മൾ കോളേജിലോ സ്കൂളിലോ പഠിച്ച ഹിന്ദിയും അല്ലെങ്കിൽ രണ്ടും പേരോട് ഇന്ററാക്ട് ചെയ്ത ഹിന്ദിയും അല്ല. രാഷ്ട്രീയത്തിൽ വരുമ്പം ഈ സംഘടനയിലേക്ക് കേരളത്തിലെ എത്രയോ പേര് ഈ ദക്ഷിണേന്ത്യയിൽ നിന്ന് PV നരസിംഹറാവുവിനെ പോലെ ഒരാൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി ഇരുന്ന് കാലാവധി പൂർത്തിയാക്കിയില്ലേ? അപ്പോൾ അതൊക്കെ ഭാഷ ഒന്നും അങ്ങനെ ഒരു ഹിന്ദി ഫ്ലുവൻ്റ് ആണോ അല്ലയോ എന്നുള്ളതൊന്നും ഒരു വലിയ വിഷയമൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ഹിന്ദി സംസാരിക്കാത്ത ഭാഷ ബംഗാളിൽ പോയാൽ എന്ത് ചെയ്യും? അവർ കേരളത്തിലോ തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ കർണാടകയിലോ ഒക്കെ പോയാൽ എന്ത് ചെയ്യും? അപ്പോൾ അത് മാത്രമല്ല നോക്കട്ടെ, ഭാഷയെ ഗൗരവമായി കാണേണ്ടതില്ല. ഞാൻ പറഞ്ഞത് ഈ പോസ്റ്റിനാണ് പറഞ്ഞത്. ഏത് പോസ്റ്റിലായാലും പ്രധാനമന്ത്രി പോലെയോ ഉള്ള ഒരു പോസ്റ്റ് അല്ലല്ലോ, അതിലും താഴെയുള്ള പോസ്റ്റ് അല്ലേ. അപ്പോൾ ഭാഷയല്ല, ബാക്കിയുള്ള അദ്ദേഹത്തിന്റെ നേതൃമികവിലൊക്കെ കുഴപ്പമുണ്ടെങ്കിൽ നമുക്ക് വിമർശിക്കാം. പക്ഷേ ഒരാൾക്ക് ഭാഷ ഫ്ലുവൻ്റ് അല്ല എന്നതിന്റെ പേരിൽ പ്രത്യേകിച്ച് അവർക്ക് നഷ്ടമൊന്നും ഉണ്ടാവേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഭാഷയുടെ കാര്യം എന്ന് പറയുന്നതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഉള്ള ആൾക്കാരെ പാർട്ടിയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചാലാണ് പാർട്ടിയിലെ മെമ്പർഷിപ്പായിട്ട് മുന്നോട്ട് പോകുന്നത്. അതിന് നല്ല ഒരു ഭാഷ, ഒരു ആഡഡ് ക്വാളിഫിക്കേഷൻ ആണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ആഡഡ് ക്വാളിഫിക്കേഷൻ ഒക്കെയാണ്, പക്ഷേ അങ്ങനെ ഭാഷ അറിയാത്ത ആളല്ല KC വേണുഗോപാൽ. കൈകാര്യം ചെയ്യുന്ന ആള് തന്നെയാണ്. ശ്രീ നാരായണനാണ് കാസർഗോഡ് നിന്നും. ശ്രീ നാരായണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ ശശി തരൂരിന്റെ നിരന്തരമായ വെല്ലുവിളികൾ? ഇപ്പൊ കഴിഞ്ഞ ദിവസവും അദ്ദേഹം എക്സിൽ പോസ്റ്റ് ഇട്ട് മോദിയുടെ ഒരു പ്രസംഗം കേട്ടിട്ട് വാനോളം പുകഴ്ത്തിയാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. എങ്ങനെയാണ് താങ്കൾ ഇതിനെ കാണുന്നത്? ശ്രീ നാരായണൻ കേൾക്കാമോ? കേൾക്കുന്നുണ്ട് സാർ. പറഞ്ഞോളൂ. എനിക്ക് എന്താണ് സാർ, അയാള് സ്വർണ്ണക്കരണ്ടിയായിട്ട് ജനിച്ച മനുഷ്യൻ, അയാൾ ബുദ്ധിരാഷ്ട്രൻ. അങ്ങനെ എന്റെ മനസ്സിൽ തോന്നുന്നു. എന്ത് സംഗതി പറഞ്ഞാല് പാർട്ടി കോൺഗ്രസിനെ കളഞ്ഞ കുറേ നേതാക്കന്മാർ വേറെ ഉണ്ട്. താങ്കളെ TV മ്യൂട്ട് ചെയ്യാത്തതുകൊണ്ടാണ് താങ്കൾ കൃത്യമായി സംസാരിക്കാൻ കഴിയാത്തത്. ശ്രീ സന്തോഷാണ് കാസർഗോഡ് നിന്നും. ശ്രീ സന്തോഷ്, താങ്കൾ എന്ത് തോന്നുന്നു? ഈ തരൂർ നിരന്തരം കോൺഗ്രസിനെ പ്രകോപനം ഉണ്ടാക്കി എന്നെ ഒന്ന് പുറത്താക്കൂ എന്ന് ഇങ്ങനെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കോൺഗ്രസ് ആണെങ്കിൽ മിണ്ടാതെ നിൽക്കുന്നു. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? നമസ്കാരം. ഈ കോൺഗ്രസിന് ശത്രു കോൺഗ്രസ് തന്നെ. ഇന്ത്യയിൽ കോൺഗ്രസിന് അപജയം വരാൻ കാരണം കോൺഗ്രസ്സുകാരനാണ്, അല്ലാതെ CPM-ഓ BJP-യോ അല്ല. ഇവർക്ക് അധികാരം വേണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ. ശശി തരൂരിന് കോൺഗ്രസ് വേണ്ടാന്ന് വെച്ചാൽ BJP-യിലേക്ക് തീർത്തും രാജിവെച്ച് പോകാം, ആരും തടുക്കില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ വെല്ലുവിളിക്കുന്നത്? അതിന്റെ ആവശ്യമുണ്ടോ? അത് കേൾക്കുന്ന ഈ താഴേക്കിടയിൽ കിടക്കുന്ന പ്രവർത്തകര് കുറെ പേര് വല്ലാത്തൊരവസ്ഥയിലാണ് ഉള്ളത്. അതുകൊണ്ട് ഈ കോൺഗ്രസിന് അവര് തന്നെയാണ് ശത്രു. അപ്പൊ ഇത് മാറണം. പിന്നെ നമ്മൾ ഈ പൊതുവേദിയിൽ വിളിക്കുന്നതെല്ലാം നല്ല സൗഹൃദത്തോടെ പോകണം. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വെല്ലുവിളി പാടില്ല. പല കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവാം. അപ്പോ ആ വെല്ലുവിളി ഒന്ന് നിർത്തണം. എല്ലാവരും സുഹൃത്തുക്കളാണെന്നുള്ള ഒരു ചിന്തയിൽ വേണം നമ്മുടെ ഈ വിഷയം കൈകാര്യം ചെയ്യാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി,
താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ സന്തോഷ്. നമുക്ക് ഇതിനിടയിൽ ജനാർദ്ദൻ പിള്ളയാണ് ഹരിപ്പാട് നിന്നും. താങ്കളിലേക്ക് വരുന്ന മുമ്പ് വേഗത്തിൽ ചില യൂട്യൂബ് കമൻറ്റുകൾ കൂടി നമുക്ക് വേഗത്തിലൊന്ന് വായിക്കേണ്ടതുണ്ട്. യൂട്യൂബിലെ കമൻറ്റുകളൊക്കെ വായിക്കാതിരുന്നാൽ അവർ നിരന്തരം നമ്മളോട് ചോദിച്ചുകൊണ്ടേയിരിക്കും യൂട്യൂബിലെ കമൻറ്റുകളൊക്കെ. ഞാൻ വേഗത്തിൽ അതൊന്ന് വായിക്കാം. ക്ഷമിക്കണം, അതിലെ കമൻറ്റുകളുടെ ബോക്സ് എന്ന് വന്നു. നമസ്കാരം കിരൺ, സുഖമാണോ എന്ന് ഷിജു കിരിയത്ത് ചോദിച്ചിരിക്കുന്നു. കോൺഗ്രസ് ഹാവ് ദി കോൺഫിഡൻസ് ദാറ്റ് ശശി തരൂർ വിൽ നോട്ട് മൂവ് ടു അനദർ ഓർഗനൈസേഷൻ എന്നാണ് ഷിജു കിരിയത്ത് പറയുന്നത്. സുനിൽകുമാർ പറയുന്നു നമസ്കാരമൊക്കെ പറയുന്നു. അതിനുശേഷം മേയറുടെ പഴയ വാർഡാണ് ജയിക്കാൻ, അത് മറ്റെന്തോ ജയകുമാർ മറ്റെന്തോ പറയുന്നതാണ്, അവർ തമ്മിലുള്ള പറച്ചിലാണ് എന്ന് തോന്നുന്നു. അരുന്ധതി കോലപ്പറമ്പത്ത് പറയുന്നു നമസ്കാരം കിരൺ. സുനിൽകുമാർ തരൂർ സത്യം പറയുന്നു, അത് കോൺഗ്രസ് അംഗീകരിക്കാനാവില്ലല്ലോ എന്ന് സുനിൽകുമാർ ചോദിക്കുന്നു. ശിവദാസൻ കോൺഗ്രസ് ആണെങ്കിലും സത്യം പറയുന്നു എന്നൊക്കെ സുനിൽകുമാർ പറയുന്നു. കോൺഗ്രസിൽ നിന്നും പുറത്തായ ആളാണ് ശിവദാസൻ, അപ്പോൾ ഇയാൾ ഇപ്പോഴാണ് പാസ്പോർട്ട് കാണുന്നത് എന്ന് തോന്നുന്നു ജയകുമാർ. നേരത്തെ പാസ്പോർട്ട് കണ്ടാൽ ആളുകൾ വിറയ്ക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് തോന്നുന്നു ജയകുമാർ അങ്ങനെ പറഞ്ഞത്. നന്ദകുമാർ പി പറയുന്നു മോദി ചെയ്യുന്ന നല്ല കാര്യങ്ങളെ അംഗീകരിക്കുന്നതിൽ എന്താണ് തെറ്റ്? കോൺഗ്രസിലുള്ളവർക്ക് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തിക്കൂടെ? രാഷ്ട്രീയമായി മാത്രം രാജ്യത്തെ കാണണോ എന്ന് ചോദിക്കുന്നു. ശ്രീദേവി പറയുന്നു ശശി തരൂരിനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ കോൺഗ്രസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് ശ്രീദേവി പറയുന്നു. ശശി തരൂരിനെ പോലെ ഒരാളെ പാർട്ടിയിൽ എത്തുമ്പോൾ തന്നെ അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് MP ആയി മത്സരിപ്പിക്കുന്നു, അതിനുശേഷം അദ്ദേഹത്തെ മന്ത്രിയാക്കുന്നു, അദ്ദേഹത്തിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ ആ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകുന്നു, അദ്ദേഹത്തെ വീണ്ടും മന്ത്രിയാക്കുന്നു. അങ്ങനെയൊക്കെ വലിയ പ്രാധാന്യം നൽകിയ ഒരാളാണ് കോൺഗ്രസ്. ഇപ്പോൾ അധികാരമില്ലാത്ത കോൺഗ്രസിൽ ശശി തരൂരിനെ പ്രവർത്തക സമിതി അംഗമാക്കാനല്ലാതെ മന്ത്രിയാക്കാനും ഒന്നും കഴിയില്ലല്ലോ. ശശി തരൂർ എന്ന് പറയുന്നത് മോദിക്ക് വേണ്ടി സ്തുതിപാഠകനാണ് എന്ന് പറയുന്നു. ഗൗതം M പറയുന്നു. മനു സാറിന് എന്ത് പറ്റിയെന്ന് പറയുന്നു. മനു കുറച്ച് ദിവസം ലീവിലാണ് ശ്രീ സുനിൽകുമാർ. ഗൗതം പറയുന്നു AICC അംഗമാണല്ലോ ശശി തരൂർ, പ്രവർത്തക സമിതി അംഗമാണ്, അദ്ദേഹത്തെ പുറത്താക്കാത്തത് അല്ലാതെ രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം അറിയാൻ ആഗ്രഹിക്കുന്നു ജനം ഈ വിഷയത്തിൽ എന്ന് പറയുന്നു. ജയചേച്ചിയുടെ ആഗ്രഹം നടക്കുമെന്നൊക്കെ സുനിൽകുമാർ പറയുന്നുണ്ട്. തൊണ്ടയിൽ കുടുങ്ങിയ മുള്ളെടുക്കാൻ കുറച്ച് താമസം വരും, സൂക്ഷിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ എന്ന് ജയകുമാർ പറയുന്നു. അപ്പോൾ ശശി തരൂരിനെ ഞാൻ തോന്നുന്നു തൊണ്ടയിൽ കുടുങ്ങിയ മുള്ള് എന്ന തരത്തിൽ രഘുനന്ദനൻ പറയുന്നു കോൺഗ്രസിന് തരൂരിനെ പേടിയോ എന്നുള്ളതല്ല വിഷയം, അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് പുറത്തു പോകുന്നതാണ് ഏറ്റവും ഉചിതം എന്ന് രഘുനന്ദനൻ തിരുവില്ലാമാരവാണ് പറയുന്നത്. VC തോമസ് പറയുന്നു ശശി തരൂരിനെ പുറത്താക്കാൻ കോൺഗ്രസിന് പേടിയാണെന്ന് പറയുന്നു. അതുമായി ബന്ധപ്പെട്ട മറ്റ് ചില ചർച്ചകൾ കൂടി എന്തായാലും നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ശ്രീ ജനാർദ്ദൻ പിള്ള, താങ്കൾ ഹരിപ്പാട് എവിടെയാണ് വീട്? സാർ ഹരിപ്പാട് പള്ളിപ്പാടാണ്. ഹരിപ്പാട് 3 കിലോമീറ്റർ. അറിയാം, പള്ളിപ്പാട് അറിയാം. എൻ്റെ വീട് ഒച്ചരയാണ്, അതുകൊണ്ടാണ്. ശരി, അപ്പോൾ ശ്രീ ജനാർദ്ദൻ പിള്ളയ്ക്ക് എന്ത് തോന്നുന്നു ഈ തരൂരിന്റെ വിഷയത്തിൽ? എന്താണ് താങ്കളുടെ അഭിപ്രായം? തരൂരിനെ സംബന്ധിച്ചോളം അദ്ദേഹം ഇന്ന് നമ്മുടെ നിലവിൽ കേരളത്തിലുള്ള നേതാക്കന്മാരെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു തലമൂത്ത നേതാവാണ് ശശി തരൂർ. അദ്ദേഹത്തിന്റെ കഴിവ് നമുക്ക് ആർക്കും, എല്ലാ പ്രതിപക്ഷ മറ്റുള്ള പാർട്ടിക്കാർ പോലും ബഹുമാനിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ കഴിവിനെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് വേണ്ടത്ര സഹകരണമോ അല്ലെങ്കിൽ സപ്പോർട്ടോ കേരളത്തിലെ മറ്റുള്ള രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് തലപ്പത്തേക്ക് വേണ്ടിയിട്ട് മത്സരിക്കുന്ന ആൾക്കാരെ ഒരു കാര്യത്തിനും അങ്ങനെ കൂടുതലായിട്ട് ശശി തരൂരിനെ അടുപ്പിക്കാറില്ല. അവർക്ക് പേടിയാ. അദ്ദേഹം അധികാര സ്ഥാനത്ത് എത്തിയെങ്കിലോ എന്നുള്ള ഒരു പേടിയുണ്ട്. അവരെന്തിനു പേടിക്കുന്നത്? നല്ല കാര്യങ്ങൾ ചെയ്യും. മോദി ചെയ്താലും ആര് ചെയ്താലും പറയും. ഒരു ഭാഗം ആൾക്കാർ അങ്ങനെ, അവര് പേടിക്കേണ്ട കാര്യമില്ല. അപ്പൊ അഥവാ അവർക്ക് അതൃപ്തിയാണെങ്കിൽ അവർ പുറത്താക്കട്ടെ. അങ്ങനെ രക്തസാക്ഷി പരിവേഷം നൽകി പുറത്താക്കി മറ്റു പാർട്ടിയിലേക്ക് പോകാനുള്ള അവസരം ഒരുക്കണ്ട എന്നാണെങ്കിലോ കോൺഗ്രസിന്റെ തന്ത്രം? അവരങ്ങനെ പേടിക്കുന്നു സാറേ, കോൺഗ്രസ് അങ്ങനെ പേടിക്കുന്നു. പക്ഷെ ശശി തരൂർ 2 ദിവസത്തേക്ക് മുമ്പും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം വേറൊരു പാർട്ടിയിലേക്ക് ഒരിക്കലും പോകത്തില്ലെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കറിയില്ല. പക്ഷേ ഇപ്പോഴത്തെ രീതിയിലുള്ള അദ്ദേഹത്തിന്റെ പോക്ക് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം മിക്കവാറും പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് ചില ഇതുകളൊക്കെ ഇങ്ങനെ പറയുന്നതാണോ എന്ന് തോന്നിപ്പോകും നമുക്ക്. ഓക്കെ, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ വിജയനാണ് കൊല്ലത്ത് നിന്നും. ശ്രീ വിജയൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ തരൂർ ഇപ്പോൾ കോൺഗ്രസിന് ഒരു ബാധ്യതയായി നിൽക്കുകയാണോ? നമസ്തേ സാറേ. നമസ്തേ. എനിക്ക് തോന്നുന്നത് ശശി തരൂര് സത്യമായ കാര്യങ്ങളാണ് മോദിയെ കുറിച്ച് പറയുന്നത്. അതിനകത്ത് മറ്റു കാര്യങ്ങളൊന്നുമില്ല. അദ്ദേഹം ഒരു നല്ല രാജ്യസ്നേഹിയും ദേശസ്നേഹിയും ത്തോട് വളരെ കൂറ് പുലർത്തുന്ന ഒരു വ്യക്തിയും കൂടാണ്.
എനിക്ക് ഇത്രയും പറയാനുള്ളൂ സാറേ. ശരി, ഓക്കെ. ശ്രീമതി മഞ്ജുഷയാണ് തിരുവനന്തപുരത്ത് നിന്നാണ്. മഞ്ജുഷ, താങ്കളുടെ കൂടി എം പി ആണല്ലോ ശശി തരൂർ. തുടർച്ചയായി 4 തവണ വിജയിച്ച ഒരാൾ, BJP യുടെ ഒരു വലിയ തേരോട്ടത്തെയൊക്കെ തടഞ്ഞു നിർത്തിയ ഒരാൾ കൂടിയാണ് ശശി തരൂർ. പക്ഷേ തരൂരിനെ കഴിഞ്ഞ കുറച്ചു കാലമായി കോൺഗ്രസിനെയാണ് പ്രതിസന്ധിയിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് താങ്കൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? മഞ്ജുഷയുടെ ടെലിഫോൺ ബന്ധത്തിൽ ചില തകരാർ. ശശി തരൂർ നിരന്തരമായി കോൺഗ്രസിനെ വിമർശിക്കുകയും പ്രതിസന്ധിയിലാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് മോദി സ്തുതിയും ആവർത്തിക്കുന്നു. അങ്ങനെ ഒരു വെല്ലുവിളി നിരന്തരം ഉയർത്തുന്നു. പക്ഷേ കോൺഗ്രസ് ഏതെങ്കിലും തരത്തിൽ പ്രവർത്തക സമിതി അംഗമായിരിക്കുന്നു, കോൺഗ്രസിൻ്റെ ഏറ്റവും സമുന്നതമായ ബോഡിയിൽ അംഗമായ പ്രധാനപ്പെട്ട നേതാവിനെതിരെ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു നടപടിക്കോ അല്ലെങ്കിൽ താക്കീതിനോ ഒന്നും തയ്യാറാവുന്നുമില്ല. ഈ വിഷയമാണ്. ശ്രീ രാജനാണ് കൊല്ലത്തും. ശ്രീ രാജൻ, എന്താവും തരൂരിനെ കോൺഗ്രസ് പേടിക്കാൻ കാരണം? അതോ തന്ത്രപരമായ നിലപാടാണോ? ഇത് തന്ത്രപരമായ നിലപാടാണ് സാറേ. കാരണം വെച്ചാല് ഈ ശശി തരൂർ എത്രയും പെട്ടെന്ന് ഇതിനകത്തുനിന്ന് രാജിവെച്ച് അങ്ങേര് തന്നെ പുറത്തു വന്ന് ആ BJP-യിലെങ്ങാനും വന്ന് ചേരണം. ഇല്ലെങ്കിൽ വെറുതെ അങ്ങനെ സമയം കളയുക. ആ BJP-കാരയക്ക് വിദേശകാര്യ വകുപ്പിലെ എന്തെങ്കിലും വലിയ സ്ഥാനമോ അല്ലെങ്കിൽ UN-ലെ വല്ല മെമ്പർഷിപ്പോ വല്ലോ കൊടുക്കും. വെറുതെ ഇങ്ങനെ നിന്ന് സമയം കളയുക അങ്ങേര്. ഈ വെറുതെ ഒരു കഥയില്ലാത്ത ഈ തല്ലിപ്പൊളി പാർട്ടിയായ ഈ കോൺഗ്രസിന്റെ അമ്മയും മോനും മോളും മരുമോനും കൂടെ നടത്തുന്ന ഈ കുടുംബ പാർട്ടിയിൽ നിന്നിട്ട് ഒരു കഥയില്ല. ഞാൻ പണ്ട് നമ്മുടെ പ്രേമചന്ദ്രനെ കണ്ടപ്പം, കൊല്ലം MK പ്രേമചന്ദ്രനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ നിങ്ങൾ ചെയ്ത് വലിയ മണ്ടത്തരമായി പോയി. നിങ്ങൾ ചെന്ന UDF-ൽ ചെന്ന് ചേർന്നു, വെറുതെ MP ആയിട്ട് അവിടെ പോയി കുത്തിയിരിക്കുക. ഇവിടെ നിന്നിരുന്നെങ്കിൽ ഇടതുപക്ഷ അസംബ്ലിയിലോട്ട് ജയിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു വകുപ്പിന്റെ മന്ത്രിയായി പോയി. വെറുതെ സമയം കളയാ ഇവർക്ക് ചെയ്യുന്നത്. ബുദ്ധിയില്ലായ്മ കാണിക്കുന്ന എത്രയും പെട്ടെന്ന് തരൂര് രാജിവെച്ച് എത്രയും പെട്ടെന്ന് BJP ചെന്ന് ചേരണം. ഇല്ലെങ്കിൽ അങ്ങനെ അഡ്രസ് പോക. ഈ പാർട്ടി തല്ലിപ്പൊളി പാർട്ടിക്ക് അത് നിന്നിട്ട് യാതൊരു കാര്യമില്ല. ശരി, ഓക്കെ. ശ്രീ രാജനാണ് കൊല്ലത്തുനിന്നും പ്രതികരിച്ചത്. നമുക്ക് മറ്റു പ്രേക്ഷകരുണ്ട്. ശ്രീ സന്തോഷാണ് ചെറുവത്തൂരിൽ നിന്നാണ്. ശ്രീ സന്തോഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ തരൂരിൻ്റെ വിഷയത്തിൽ എന്താണ് കോൺഗ്രസിനെ ഭയപ്പെടുത്തുന്ന ഘടകമാണോ അതോ അവരൊരു തന്ത്രപരമായി അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നതാണോ? ഈ അമ്മയും മോനും ഭരിക്കുന്ന കോൺഗ്രസ് എന്ന് പറയുന്നത് ഈ കേരളം വിട്ടു കഴിഞ്ഞാൽ ഈ കോൺഗ്രസിന്റെ കൂടെ തന്നെയല്ല ഈ CPM ഉള്ളത്. രാജസ്ഥാനിലും ബീഹാറിലും എല്ലാം ഈ കോൺഗ്രസിന്റെ അടുത്തുനിന്ന് വില പേശിട്ടല്ല ഈ സീറ്റ് നേടി അവരെ കോൺഗ്രസ് പോലും മത്സരിക്കാതെ നിന്നിട്ട് അവർക്ക് കൊടുത്തിട്ട് അവരെ ജയിപ്പിക്കുന്നത്. ഇത് കേരളത്തിലല്ലേ ഈ ശത്രുതയുള്ളൂ. അപ്പം MP പ്രേമേന്ദ്രൻ എനിക്ക് രാജൻ ചേട്ടനോട് ചോദിച്ചാലുള്ളത്, രാജേന്ദ്രൻ വല്ല DGP വല്ല ഉന്നത പദവിയോ വഹിക്കുന്ന ആളാണോ? കാരണം എല്ലാ മന്ത്രിമാരെയും എല്ലാ MP-മാരും നേരിട്ട് കാണാനുള്ള അവസ്ഥ കേരളത്തിലെ ശ്രീ സന്തോഷ്, കേരളത്തിലെ ഒരു MP-യോ അല്ലെങ്കിൽ MLA-മാരോ ഒക്കെ സാധാരണക്കാരായ മനുഷ്യരുമായിട്ടൊക്കെ നേരിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നല്ലേ? NK പ്രേമേന്ദ്രനൊക്കെ സാധാരണക്കാരുമായി സാധാരണക്കാർ ആര് വിളിച്ചാലും ഫോണൊക്കെ എടുക്കുന്ന മനുഷ്യരാണ്. അവർക്ക് സംസാരിക്കുന്നതിന് തടസ്സമൊന്നും ഉള്ളതല്ല. പ്രത്യേകിച്ച് പുള്ളി ഒരു കൊല്ലംകാരൻ കൂടിയാണ്. കൊല്ലംകാരനെ ഒരാൾ വിളിച്ചാൽ വോട്ടർ കൂടിയായിരിക്കും മിക്കവാറും. അപ്പോൾ എന്തായാലും പ്രേമേന്ദ്രൻ എടുക്കാതിരിക്കില്ല. പുള്ളി പ്രേമേന്ദ്രൻ മാത്രമല്ല മന്ത്രിമാരെ അടക്കം പറഞ്ഞേക്കാം. അതൊക്കെ സാധാരണ കേരളത്തിലെ മന്ത്രിമാരൊന്നും ഉത്തരേന്ത്യക്കാരെ പോലെ അല്ലല്ലോ. അവർക്കൊക്കെ ജനങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ അവർ ഫോൺ എടുക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യും. എല്ലാരും ഫോൺ വിളിച്ചാലും എല്ലാരും എടുത്താലൊന്നും എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ ശശി തരൂര് ഈ കണി കാണിക്കുന്നത് ശരിയല്ല. കാരണം കോൺഗ്രസിന് ഇത് പഠിക്കേണ്ടത് കാര്യം കൂടെയുണ്ട്. വന്നു കയറുന്ന അന്നേരം ഈ സീറ്റ് കൊടുക്കുക. ഇപ്പൊ നമുക്ക് നോക്കാം, ഈ VM വിനുവിന്റെ കോർപ്പറേഷൻ തന്നെ എന്ത് കണ്ടിട്ട് അയാളൊന്നും ഇത് കോൺഗ്രസിന് പ്രവർത്തിച്ച് കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടില്ല. ഉണ്ടെങ്കിൽ ഈ 2020 വോട്ട് ഉണ്ടാവില്ലേ? അപ്പം താഴെ പ്രവർത്തിക്കുന്ന കോൺഗ്രസ്സുകാരെ തള്ളിക്കൊണ്ട് ചെയ്യുന്ന ഈ കോൺഗ്രസ്സുകാർക്ക് തന്നെ തിരിച്ചടിയാണ് ഇത് കിട്ടുന്നത്. ജനങ്ങളുടെ ഇടയിലേക്ക് എന്ത് സന്ദേശമാണ് ഇവർ കൊടുക്കുന്നത്? കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് എന്ത് അവസരമാണ് ഇവർ കൊടുക്കുന്നത്? എല്ലാം BJP-യിലൂടെ സമുന്നതരായ നേതാക്കൾക്കും കൊടുക്കും, എവിടെ നിന്നൊക്കെ വന്നവർക്ക്. പക്ഷെ അതുകൊണ്ടാണ് ഈ അനുഭവങ്ങളെല്ലാം വരുന്നത്. കോൺഗ്രസിന്റെ നേതൃത്വം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാല് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവർക്ക് സീറ്റ് കൊടുക്കുക. എന്നാൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതിപ്പം ശശി തരൂർ 4 വട്ടം ജയിച്ചു. കഴിഞ്ഞ എത്ര വോട്ടിനാണ് ജയിച്ചത്? അത് BJP അങ്ങനെ ജയിക്കുമെന്നുള്ള തുറമുഖ മേഖലയിൽ നിന്നാണ് വോട്ട് കിട്ടുമോ? തീരദേശ മേഖലയിൽ നിന്നാണ് വോട്ട് കിട്ടി ജയിച്ചത്. അപ്പം ശശി തരൂരിനെ പുറത്താക്കുക തന്നെ ചെയ്യണം. പുറത്താക്കേണ്ടത്. താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. ശ്രീ സന്തോഷ്, മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. ശ്രീ മഹിയാണ് കിള്ളിപ്പാലത്ത് നിന്ന്. ശ്രീ മഹി, താങ്കൾ എങ്ങനെയാണ് ഈ ശശി തരൂരിന്റെ ഈ പ്രവർത്തനത്തെ കാണുന്നത്? നമസ്കാരം സാർ. വിശ്വ ഇന്ത്യക്കകത്ത് ഒരാളെ ഉള്ളത് അത് VK കൃഷ്ണമേന അല്ലെങ്കിൽ ശശി തരൂർ. നിങ്ങൾ ഈ പത്രക്കാരാണ് ഇങ്ങനെ പറഞ്ഞു വരുത്തുന്നത്. VK കൃഷ്ണമേനാണ് ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ ശശി തരൂർ. പിന്നെ ഒരു കാര്യം,
പറയുന്നത്. നമ്മളെ തിരുവനന്തപുരത്ത് ചാളവാളിൽ കോൺഗ്രസിന് ഏത് ആളില്ല. ഹിന്ദിക്കാരന്മാരെ കൊണ്ട് പൈസ കൊടുത്താണ് എഴുതുന്നത്. അതാണ് UDF ഇവിടെ 55 സീറ്റ് പിടിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ 10 സീറ്റ് തിരുവനന്തപുരം കോൺഗ്രസിൽ കിട്ടിയ വലിയ. അതല്ല തൽക്കാലം മഹി, നമ്മുടെ വിഷയം വേറെയാണ്. ശ്രീ മോഹനാണ് തിരൂരിൽ നിന്നാണ്. ശ്രീ മോഹനൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ തരൂരിന്റെ വിഷയത്തിൽ കോൺഗ്രസ് എടുക്കുന്ന ഒരു നിലപാട് അതാണോ എടുക്കേണ്ടത്, അതോ മറിച്ചൊരു നിലപാട് സ്വീകരിക്കേണ്ടതാണോ? നമസ്കാരം. നമസ്കാരം. ഞാൻ തിരൂരിൽ നിന്നല്ല, തൃശ്ശൂരിൽ നിന്നാണ്. ക്ഷമിക്കണം, ഞാൻ എഴുതിയതിൽ തെറ്റിപ്പോയതാണ്. തിരുപ്പൂര്, തമിഴ്നാട്ടിൽ തിരുപ്പൂര്. ശരി, പറഞ്ഞോളൂ. ഓക്കെ, ഒന്നുമില്ല. ബേസിക്കലി ഇതിൽ എന്താന്ന് വിചാരിച്ചാല്, ഈ ശശി തരൂർ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു രാഷ്ട്രീയക്കാരനല്ല. അദ്ദേഹം അങ്ങനെ പറയാൻ കഴിയുമോ? ശശി തരൂർ വളരെ തന്ത്രജ്ഞനായ ഒരു, നമ്മള് പൊളിറ്റിക്സ് വിലയിരുത്തിയാൽ വളരെ തന്ത്രജ്ഞനായ, സാധാരണ രാഷ്ട്രീയക്കാരേക്കാൾ തന്ത്രജ്ഞനായ ഒരു രാഷ്ട്രീയക്കാരനായിട്ടാണ് അദ്ദേഹത്തെ വിലയിരുത്താൻ കഴിയുക. രാഷ്ട്രീയം എന്ന് ഉദ്ദേശിച്ച് ആ രാഷ്ട്രീയമല്ല, ഞാൻ കക്ഷി രാഷ്ട്രീയമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതെ, ആ കക്ഷി രാഷ്ട്രീയത്തിൽ അത്തരം തന്ത്രങ്ങളെല്ലാം നന്നായി അറിയുന്ന ആളാണ് തരൂർ. ഇത്ര കുറഞ്ഞ ആകെ അദ്ദേഹത്തിന്റെ പ്രവർത്തന പരിചയം എന്ന് പറഞ്ഞാൽ 16-17 വർഷമാണ്. ആ വർഷം കൊണ്ട് അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തക സമിതിയിലൊക്കെ എത്തി. 10, 40, 50 വർഷമായിട്ട് സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിറഞ്ഞേക്കുന്ന പലരും പ്രവർത്തക സമിതിയിൽ എത്തിയിട്ടുമില്ല. അദ്ദേഹത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത്, അദ്ദേഹം ഈ തൊഴുത്തിൽ കുത്തൊന്നും കൂടുതൽ കാണാത്തൊരു മനുഷ്യനാണ്. അദ്ദേഹം തുറന്നത് കണ്ട പോലെ പറയുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം നല്ല കാര്യങ്ങൾ കണ്ടു, നല്ല കാര്യങ്ങൾ പറഞ്ഞു, അത്രേ ഉള്ളൂ. അതിനെ അംഗീകരിക്കാൻ കോൺഗ്രസിനാകുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ബേസിക് പ്രശ്നം. ആ ബേസിക് പ്രശ്നമാണ് ഈ പുകയുന്നത്. നല്ല കാര്യങ്ങൾ പറഞ്ഞ ആരെയും അദ്ദേഹം ആ പാർട്ടിയെ എല്ലാം അദ്ദേഹം പ്രകീർത്തിക്കുന്നത് ഗവൺമെന്റിനെയാണ്. അത് ഗവൺമെന്റിന്റെ കണ്ണിൽ കൂടെ തന്നെ നമുക്ക് കാണാൻ തയ്യാറാവണം. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ പ്രശ്നം തീർന്നു. അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് എനിക്ക് തോന്നുന്നു. ശരി, പൊന്നപ്പൻ പിള്ളയാണ് കൊട്ടാരക്കരയിൽ നിന്നാണ്. സി പൊന്നപ്പൻ പിള്ള, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ തരൂരിന്റെ വിഷയത്തിൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാട് ശരിയായ ഒരു നിലപാടാണോ? സാറേ, 58 വർഷം കോൺഗ്രസ് ഭരിച്ചത് എങ്ങനാ സാറേ? കോൺഗ്രസിന് ബദലായിട്ടൊരു നേതൃത്വം ഉണ്ടാവാൻ അനുവദിക്കത്തില്ല. അതാണ് അതിന്റെ സത്യം. സാറിന് മനസ്സിലായോ? പറഞ്ഞോളൂ. ഉദാഹരണത്തിന് എമർജൻസിക്ക് ശേഷം മൊറാർജി ദേശായി താഴെ ഇറക്കിയിട്ട് ചരൺ സിംഗിനെ താഴെ ഇറക്കിയിട്ട് പിന്നീട് VP സിംഗ് വന്നു, പിന്നെ ഗുജറാൾ വന്നു, പിന്നെ അതിന് ശേഷം അതിനു മുമ്പത്തെ ചന്ദ്രശേഖർ വന്നു, പിന്നെ ദേവഗൌഡ വന്നു. ഇവരാരും ശാശ്വതമായിട്ട് കാലാവധി പൂർത്തിയാക്കാൻ സാഹചര്യം ഉണ്ടായിട്ടില്ല. ഹലോ, കേൾക്കാൻ, പറഞ്ഞോളൂ താങ്കൾ. അപ്പൊ ഞാനെന്താ, ശശി തരൂര് ആക്ച്വലി കോൺഗ്രസ് ഒരിക്കലും പുറത്താക്കത്തില്ല. കാരണം ശശി തരൂര് ഒരു സെക്യുലർ സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് രൂപം നൽകിയ ആൾ. ഇന്ത്യയിൽ കുറച്ച് മാറ്റം ഉണ്ടാവും. ഇത് കോൺഗ്രസിന് നല്ലതുപോലെ. തരൂർ അങ്ങനെ ഒരു സ്വന്തം നിലയിൽ ഒരു പാർട്ടിയൊക്കെ ഉണ്ടാക്കി നിൽക്കാൻ തയ്യാറായാൽ അതിൽ ആളൊക്കെ പിടിക്കാൻ കഴിയുമോ? ലാംഗ്വേജ് അറിയാം, ഹിന്ദി അറിയാം, ഇംഗ്ലീഷ് അറിയാം, ലാംഗ്വേജ് അറിയാം. അതുകൊണ്ടാണ് ഈവൻ കേരളത്തിലും അങ്ങനെ അദ്ദേഹത്തിന് ഒരു 10 MLA ഉണ്ടാക്കാൻ സാധിക്കും. ഇതുവരെ അങ്ങനെ ആർക്കും പെട്ടെന്ന് കേരളത്തിലൊന്നും ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കി പൊടുന്നവരെ 10 MLA-മാരൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപാട് നേതാക്കളൊക്കെ വിട്ടുപോയിട്ട് ഏതെങ്കിലും മുന്നണിയിലൊക്കെ ചേരേണ്ട അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. പല പ്രഗത്ഭരായ പല പാർട്ടിയിലെയും. സാറ് അതാ തലയെടുപ്പുള്ള ഒരു നേതാവിനെ കോൺഗ്രസ് മുമ്പോട്ട് വിടത്തില്ല. ഞാൻ കോൺഗ്രസിനുള്ള അതിർത്തി കൊണ്ടല്ല ഞാൻ പറയുന്നത്. മനസ്സിലായി താങ്കളുടെ അഭിപ്രായം. അങ്ങനെ ഓരോരുത്തർക്കും അവരുടേതായ വിലയിരുത്തലുകളുണ്ട്. അത് പിന്നെ വേറൊരു കാര്യം പറയാൻ, ശശി തരൂർ ഒരിക്കലും BJP പോകത്തില്ല. അദ്ദേഹം ഒരുപാട് മനുഷ്യരുണ്ട്. അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ, അദ്ദേഹം എഴുതിയ ലേഖനങ്ങളൊക്കെ സംഘപരിവാറിനെതിരെ അതിശക്തമായ പ്രസംഗങ്ങളും പുസ്തകങ്ങളും ലേഖനങ്ങളും ഒക്കെ എഴുതിയ ഒരാളാണ്. അങ്ങനെ ഒരാളിന് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ വിറ്റ് അങ്ങനെ പോകാൻ കഴിയുമെന്നുള്ള ചോദ്യം എപ്പോഴും ഉണ്ട്. ശ്രീ ദീപു ആണ്. കാഴ്ചപ്പാടുള്ള വ്യക്തിയാണ്. അതെ, അതിലൊന്നും യാതൊരു സംശയവുമില്ല ആർക്കും. ശ്രീ ദീപു ആണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ദീപു, തിരുവനന്തപുരത്തിന്റെ MP കൂടിയായ ശശി തരൂർ ഇപ്പോൾ നിരന്തരം വാർത്തകൾ നിറയുന്നത് കോൺഗ്രസിനെ വിമർശിക്കുക, മോദിയെ സ്തുതിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളുടെ പേരിലാണ്. പക്ഷേ കോൺഗ്രസ് ഏതെങ്കിലും തരത്തിൽ തരൂരിനെ നടപടിയെടുക്കാനോ പുറത്താക്കാനോ തയ്യാറാവുന്നില്ല. അങ്ങനെ നടപടിയെടുത്തൊരു രക്തസാക്ഷി പരിവേഷം കൊടുത്ത് കോൺഗ്രസ് തരൂരിനെ വിട്ടുകൊടുക്കാൻ തയ്യാറില്ല എന്നുള്ളൊരു തന്ത്രപരമായ നിലപാടാണോ കോൺഗ്രസ് സ്വീകരിക്കുന്നത്, അതോ ഭയമാണോ?
ആദ്യം പൊട്ടിക്കരച്ചിലുകൾക്ക് മറുപടിയില്ല. പിന്നെ ഈ പറയുന്ന ഈ കേരളം കഴിഞ്ഞാൽ പിന്നെ CPM-നെ കോൺഗ്രസിന്റെ കൂടെയാണ് ഇങ്ങനെ കൂട്ടിക്കെട്ടി നിൽക്കുന്ന, അവരുടെ ഔദാര്യത്തിലാണെന്ന് പറഞ്ഞു. ഈ ബീഹാറിലും മറ്റ് 1-2 സംസ്ഥാനങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് കേരളത്തിലെ പറഞ്ഞു പോണ്ടേ, അവിടുത്തെ RSP ഞങ്ങള് ഇവിടുത്തെ ഫോർവേഡ് ബ്ലോക്ക്, അത്രേ ഉള്ളൂ. ഞങ്ങൾ അതിനപ്പുറം നിങ്ങളും അല്ല ഞങ്ങളും അല്ല. വലിയ വീരവാദം അടിച്ചിട്ട് ഒരു കാര്യമില്ല. ഈ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ശശി തരൂരിനെ മാക്സിമം യൂസ് ചെയ്യാനാണ് നോക്കേണ്ടത്. ഈ ശശി തരൂരിനെ ഈ പറയുന്ന ഒരു ലോകസഭാ സീറ്റിൽ കൊണ്ട് നിർത്താതെ രാജ്യസഭാ സീറ്റ് കൊടുത്ത് ഡൽഹിയിൽ എന്നെ പ്രതിഷ്ഠിച്ച് അവരുടെ കൂടെ നിർത്തി ഈ ഇപ്പം നമ്മള് ഏറ്റവും കൂടുതൽ ഈ നോട്ട് നിരോധന കാലത്ത് കേട്ട 3 വാക്കുകളിലാണ് നമ്മുടെ മൻമോഹൻ സിംഗ് പറഞ്ഞ 3 വാക്കുകളാണ് ഏറ്റവും വലിയ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. ആ 3 ഓർഗനൈസ്ഡ് ലൂട്ടിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതേപോലെ പറഞ്ഞ് ഇവരെ ഇരുത്താനും ചെറുപ്പക്കാരെ കൂടെ നിർത്താനും ഇദ്ദേഹത്തിനുള്ള കഴിവ് യൂസ് ചെയ്ത് അങ്ങനെ പിടിച്ചു നിർത്താനാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ നോക്കേണ്ടത്. അപ്പോഴും അവരുദ്ദേശിക്കുന്ന എന്താണ്? ശശി തരൂർ വന്നാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പം പെട്ടോ, മേക്കിംഗ് ഓഫ് രാഹുൽ ഗാന്ധിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നുള്ളതാണ് നോക്കുന്നത്. മേക്കിംഗ് ഓഫ് രാഹുൽ ഗാന്ധിയുടെ ആവശ്യമില്ല. രാഹുൽ ഗാന്ധി ഹി ഹിംസെൽഫ് ഇസ് എ നേതാ. അതിനകത്തുനിന്ന് അയാൾക്ക് തന്നെ അത് ബോധ്യമല്ല. അത് കണ്ടാണ് അയാൾ പല കാര്യങ്ങൾ കാണിക്കുന്നത്. അപ്പം ഈ ശശി തരൂരിനെ ശശി തരൂർ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് മോഡിക്കെതിരെ പറഞ്ഞു അയാൾ ഒരു വലതുപക്ഷക്കാരനാണ്, അയാൾ ഒരു മുതലാളിത്തക്കാരനാണ്, അയാൾ എവിടെ ഇങ്ങനത്തെ കാര്യങ്ങൾ വന്നാലും അയാൾ ആ രീതിക്കേ പോവുള്ളൂ. പക്ഷെ ഇയാളെ കൂടെ നിർത്തി കൃത്യമായി നിർത്തി ഇവർക്ക് യൂസ് ചെയ്യേണ്ട വിധത്തിൽ ശശി തരൂരിനെ യൂസ് ചെയ്യാൻ അറിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇവർ നേതാക്കളെ യൂസ് ചെയ്യാൻ കഴിയുക? എങ്ങനെയാണ് ഇന്ത്യയിലെ നേതാക്കളെ അല്ലെങ്കിൽ ഇനി വളർന്നു വരുന്ന നേതാക്കളെ കോൺഗ്രസ് ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ടി യൂസ് ചെയ്യാൻ കഴിയുക? ഇതൊന്നും കഴിയാതെ ഇങ്ങനെ നീ പോണേ പൊക്കോ, മറ്റവര് പോണേ പൊക്കോ, അവര് പോണേ പൊക്കോ എന്ന് പറഞ്ഞിട്ടല്ലേ കുറെ പേര് കോൺഗ്രസിന്റെ നേതാക്കൾ ഇപ്പൊ അവരുടെ MP-മാരായിട്ട് BJP-യുടെ MP-മാരായിട്ട് അവിടെ ഇരിക്കുന്ന മുഖ്യമന്ത്രിമാരായിട്ട് പല BJP മുഖ്യമന്ത്രിമാരായിട്ട് ഇരിക്കുന്ന. ഇനിയെങ്കിലും കോൺഗ്രസ് ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾ RSP, ഞങ്ങൾ ഫോർവേഡ് ബ്ലോക്ക്, ഇത്രയേ ഉള്ളൂ. വ്യക്തമാണ്. ശ്രീ ജയകുമാറാണ് തിരുവനന്തപുരത്ത്. ശ്രീ ജയകുമാർ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? സാറേ നമസ്കാരം. നമസ്കാരം. ഞാൻ ഒരു സെക്കൻഡ് പറഞ്ഞിട്ട് സാർ എന്ത് വേണോ എന്നെ പറഞ്ഞോ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത് കഴിഞ്ഞിട്ട് സാർ എന്ത് വേണോ പറഞ്ഞോ. ഇവിടെ ആരെങ്കിലും മരുമോ മുഖ്യമന്ത്രി എന്ന് പറയുകയാണെങ്കിൽ സാർ അതിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് വലിയ സന്തോഷമാണ്. അത് പറയാൻ പാടില്ല. ഈ എന്ത് വിഷയം നിങ്ങൾ കൊണ്ടുവന്നാലും ഈ ഈ അമ്മയും മോളും റോബർട്ട് വധേര ഇത് തന്നെ ഏത് വിഷയം കൊണ്ടുവന്ന് സാർ ഇത് മൊത്തം പരിശോധിച്ചു, ഇന്ന് വരെയുള്ള പൊതുവേദി പരിശോധിച്ചു. എന്ത് വന്നാലും അമ്മയും മോളും ഇതും പിന്നെ ഒരു വർഗീയത, മുസ്ലിം വർഗീയത, പിന്നെ മുഹമ്മദ് അവിയവരെ അയാളെ കൂട്ടുകാരൻ ഒന്ന് തെറി വിളിക്കും. ഇത് കോൺഗ്രസ്സുകാർക്ക് അംഗീകരിക്കാവില്ല. ഒരു കാര്യം സാറിന്റെ പറയാം, ഈ വിളിക്കുന്ന ഞങ്ങളോ BJP-ക്കാരോ ആരും ഈ അഥവാ വിളിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരും ഇയാളല്ലാതെ ഈ ചാനലിൽ വിളിക്കുന്ന ഒരു കുഞ്ഞും ഇങ്ങനത്തെ ഒരു വർത്തമാനം പറയാനില്ല. ഞാൻ നാളെ വിളിച്ച് പറയട്ടെ, AKG സെന്ററും അല്ല AK ഗോപാലിനെയും EMS-നെയും ഈ റിയാസിനെയൊക്കെ വിളിച്ച് പറയട്ടെ. ഈ കുടുംബം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ നിർത്തിയതാണ്. ആരും പ്രധാനമന്ത്രിയെ പോലും ഇന്ദിരാഗാന്ധിയെ പോലും പ്രധാനമന്ത്രി നെഹ്റു അല്ല നിശ്ചയിച്ചത്. അതെല്ലാം ജനങ്ങളാണ് നിശ്ചയിച്ചത്. ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പോയ ഫിറോസ് ഖാന്റെയും ഇദ്ദേഹം കൂടെ അവിടെ പ്രശ്നമായാണ് ഒരു മന്ത്രിസഭയിൽ നിന്ന് ഒരാളെ മാറ്റിയത്. അല്ല, അവരാരും കുടുംബവാഴ്ചയല്ല, അവർ ജനങ്ങളുടെ വാഴ്ചയാണ് നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ സാറ് ഒരു കാര്യം ചെയ്യണം, കിരൺ മനസ്സാറാണെങ്കിൽ മിണ്ടാതെ കേട്ടുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിന് മുഷിച്ച് പറയാൻ വയ്യാത്തുണ്ട്. സാറ് ശരിക്കും എതിർക്കുന്ന ഒരു വ്യക്തിയാണ്. സാറിന് തന്നെ ന്യായമാണോ എന്ന് നോക്കണം. എന്ത് വിഷയമായിക്കോട്ടെ, ഏത് വിഷയമായിക്കോട്ടെ, ഇയാള് ദിവസവും റോബർട്ട് വധേര വരുന്നത് ഞങ്ങൾക്ക് അറിയാം. മനസ്സിലായി. ഞങ്ങള് കമന്റ് ഇടുമ്പോൾ സാറിന് അറിയാം, ഞങ്ങള് ഗ്രൂപ്പ് ഒരുപാടുണ്ട്, കമന്റ് ഇടുമ്പോൾ അറിയാം. പക്ഷേ സാറിന് നിയന്ത്രിക്കാൻ വയ്യാതാവും. അയാളെ ഇപ്പൊ നിയന്ത്രിക്കും. എന്തായാലും നടക്കട്ടെ. ശരി ജയകുമാർ. എന്തായാലും ശ്രീ അജയകുമാറാണ് ചങ്ങനാശ്ശേരിയിൽ നിന്ന്. ശ്രീ അജയകുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ തരൂരിനെ പോലെ ഒരാൾ ഒരു പാർട്ടിയിൽ നിൽക്കുക, ആ പാർട്ടിയുടെ സുപ്രധാന പദവിയിൽ നിൽക്കുക, ആ പാർട്ടിയിൽ വിമർശനങ്ങളുണ്ടെങ്കിൽ ഉള്ളിൽ നിന്ന് വിമർശിക്കേണ്ട ഒരാൾ നിരന്തരം അവരുടെ എതിരാളികൾക്ക് വടികൊണ്ട് കൊടുക്കുന്ന ശീലം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അപ്പോഴും കോൺഗ്രസ് ഒരു കടുത്ത നടപടിക്കൊന്നും തയ്യാറാവുന്നില്ല. എന്താവും കാരണം? ശ്രീമൻ കിരൺ, ഈ മനുവിനെ കാണാനില്ലല്ലോ. മനു ഒരാഴ്ച ലീവാണ്, അദ്ദേഹം. ഓക്കെ. അല്ല, ഈ കിരണിന്റെ തുടക്കത്തിലെ ചോദ്യം ശശി തരൂർ കോൺഗ്രസിനൊരു ബാധ്യതയായിരുന്നു എന്നാണ് അല്ലേ? അല്ല, നമ്മുടെ പ്രധാന ചോദ്യം ഇപ്പോഴല്ല, ആദ്യം എവിടെയോ പറഞ്ഞ ഞാൻ ചോദിച്ചിരുന്നു അങ്ങനെ കോൺഗ്രസിന് ബാധ്യതയാണോ എന്നുള്ള ചോദ്യം. അല്ലല്ല, ഞാൻ ആ ഒരു വാക്കെടുക്കാൻ വേണ്ടി, ആക്ച്വലി കോൺഗ്രസിന് ബാധ്യത ശശി തരൂരല്ല, രാഹുൽ ഗാന്ധിയാണ്.
മനസ്സിലായില്ല. അത് കോൺഗ്രസ്സുകാർക്ക് എന്തെങ്കിലും ബോധം വരുന്ന സമയത്ത് ഇതുപോലെയുള്ള കാരണങ്ങൾ കോൺഗ്രസിൽ ഉണ്ടാകാതിരിക്കും. ഇനി ശശി തരൂരിലേക്ക് വരാം. അദ്ദേഹം ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം ഒരു വേദിയിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുമായിട്ട് പങ്കിടുന്ന ഒരു വേദിയിൽ അദ്ദേഹം മോദിയെ പറ്റി മോശം വിളിച്ചു പറയണം. ഇവിടെ നമ്മുടെ നിയമസഭയിൽ വി ഡി സതീശനും നമ്മുടെ പിണറായി വിജയൻ സഖാവും തമ്മിൽ മുഖ്യമന്ത്രി തമ്മിൽ കൊമ്പുകോർക്കും. അവർ വെളിയിൽ ഒരു പൊതുവേദിയിൽ കാണുമ്പോൾ കെട്ടിപ്പിടിച്ച് ചിരിച്ചാണ് സംസാരിക്കുകയും. അല്ല, ഞാൻ പറയുന്നത് ഞാൻ വായിച്ച അല്ല, വിഷയത്തിലേക്ക് വരാം. ഇതേ ശശി തരൂർ വർഷങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് 5-8 വർഷത്തിന് മുമ്പ് UK-ലെ അവിടുത്തെ ഒരു വലിയ ഡിഗ്നിറ്ററീസിന്റെ ഒക്കെ മുമ്പിൽ അദ്ദേഹം പ്രസംഗിച്ചത് നിങ്ങൾ കേൾക്കണം. നിങ്ങളൊക്കെ കണ്ടു കാണും, കേട്ട് കാണും. നിലപാട് എഴുതുകയും വായിക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആൾ തന്നെയാണ്, അതിലൊന്നും സംശയമില്ല. അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു, നിങ്ങൾ എന്റെ രാജ്യം ലൂട്ട് ചെയ്ത് കൊണ്ടുപോയതാണ്. ഈ അടുത്ത കാലത്തായി അദ്ദേഹത്തിന്റെ പേര് അങ്ങനെയൊക്കെ ആയിരുന്നു തരൂരിന്റെ വാർത്തകൾ വന്നുകൊണ്ടിരുന്നത്. പക്ഷെ അടുത്ത കാലത്തായി തരൂരിന്റെ വാർത്തകളൊക്കെയും വരുന്നത്, പ്രത്യേകിച്ച് ആ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് ദയനീയമായി തോറ്റ ശേഷം അദ്ദേഹത്തിന്റെ വാർത്തകളൊക്കെയും വരുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടിക്കെതിരെയോ അല്ലെങ്കിൽ മോദിയെ സ്തുതിച്ചുകൊണ്ടോ ഒക്കെയാണ്. അദ്ദേഹത്തിന്റെ പാർട്ടിക്കെതിരെ അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല. അത് നമ്മൾ വ്യാഖ്യാനിച്ചെടുക്കുകയാണ്. അദ്ദേഹത്തിന്റെ പാർട്ടിയെ പറ്റി പറഞ്ഞു. അരിയാഹാരം കഴിക്കുന്നവരല്ലേ ഇതൊക്കെ വായിക്കുന്നത്. എല്ലാവരും തിരിച്ചറിയാത്തല്ലോ. കറക്റ്റാണത്. അതിനകത്തുള്ള ഒരു ഇന്റൻഷൻ ഇല്ല എന്ന് ഞാൻ പറയുന്നത്. ഇന്റൻഷൻ ഉണ്ട്. പക്ഷേ അത് ഈ രാജ്യത്തെ രാഷ്ട്രീയത്തിൽ വേണ്ടുന്നതാണ്. അല്ലാതെ പരസ്പരം മാറി നിന്ന് അടിപിടിയിട്ട് ഇപ്പൊ എത്രയോ പേര് ഇപ്പൊ ബീഹാർ ഇലക്ഷന് ശേഷം കോൺഗ്രസിന്റെ നിലപാടുകളെ പറ്റി, കോൺഗ്രസ് മുൻപോട്ട് വെക്കേണ്ടത് എന്തായിരുന്നു എന്നുള്ളതിനെ പറ്റി കോൺഗ്രസ് സഹയാത്രികരായിട്ടുള്ള വലിയ ജേർണലിസ്റ്റുകളും വലിയ കോൺഗ്രസിനെ അഡ്വൈസ് ചെയ്യുന്നു. ഈ കോൺഗ്രസിനെ ബീഹാറിൽ ഇങ്ങനെയൊക്കെ ഇപ്പോൾ പറയുന്നതിന് പകരം ബീഹാറിൽ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടിയിരുന്നത് എന്ന് പറയാൻ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളാണല്ലോ ശശി തരൂർ. തരൂരിനെ എന്നെ ആരും വിളിച്ചില്ല എന്ന് പറയാൻ, സ്വന്തം വീട്ടിലെ കല്യാണത്തിന് ആരെയും വിളിച്ചിട്ടല്ല ആരും പോകേണ്ടത്. തരൂരിന് അവിടെ പോകേണ്ട ഉത്തരവാദിത്തമുള്ള ആളാണ്. പ്രവർത്തക സമിതി അംഗമാണ്, അല്ല സാധാരണ നേതാവല്ല. ശശി തരൂർ ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം വിദേശ രാഷ്ട്രങ്ങളിൽ പല പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെയൊക്കെ നേതാക്കൾ പോയതിൽ ഇദ്ദേഹവും ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് ഒരു വലിയ ഉത്തരവാദിത്വം കൊടുത്തു. അതിനുശേഷമാണ് കോൺഗ്രസുമായിട്ട് ഇദ്ദേഹം മാനസികമായിട്ട് ശക്തമായിട്ട് തെറ്റിയിരിക്കുകയാണ്. അതുകൊണ്ടല്ലേ അദ്ദേഹത്തെ സംഭവമാണ് ഏറ്റവും ഒടുവിലെ സംഭവം. അപ്പൊ അതിനുശേഷമാണ് ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തെ ഉള്ള ഒരു വിഷണറിയെ ഉൾക്കൊണ്ടു പോകാൻ അവർക്ക് പറ്റത്തില്ല. അതാണ് ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ ഇന്ത്യയിലെ നേതാക്കന്മാര്. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, അത് പലരുടെയും ഇതിലൊക്കെ താങ്കൾ അങ്ങനെയൊക്കെ വിലയിരുത്തുന്ന ഒരാളെന്ന നിലയ്ക്കാണ്. നമ്മൾ വിഷണറി എന്നൊക്കെ പറയുന്നു ശശി തരൂരിനെ കുറിച്ച്. ശശി തരൂർ തിരുവനന്തപുരത്തിന്റെ MP ആയിരുന്നു കഴിഞ്ഞ 16 വർഷമായിട്ട്. ഇപ്പോൾ ആ MP ആയിട്ടിരിക്കുമ്പോൾ ശശി തരൂരിനെ പോലെ ഒരാൾ ലോക പരിചയമുള്ള അല്ലെങ്കിൽ ലോകത്തെ വികസനമൊക്കെ പരിചയമുള്ള തിരുവനന്തപുരത്തിന്റെ MP ആയിരുന്നിട്ട് അതിൽ കുറേയേറെ സമയം കഴിഞ്ഞ ഒരു 11 വർഷം ഒഴിച്ചാൽ അദ്ദേഹം അധികാരത്തിന്റെ ഭാഗമായിരുന്നു. എന്നിട്ട് തിരുവനന്തപുരത്തിന് ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു വിഷണറി ആയിട്ടുള്ള ഒരു മാറ്റം ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും എടുത്തു പറയാൻ വന്നിട്ടുണ്ടോ? അദ്ദേഹം 10 വർഷം UPA-യുടെ അന്ന് അദ്ദേഹത്തിന് അധികാരം ഉണ്ടായിരുന്നു, മന്ത്രിയായിരുന്നു. പക്ഷെ എന്തെങ്കിലും ഒരു മാറ്റം നമുക്ക് തിരുവനന്തപുരത്തിന് തരൂർ MP ആയതുകൊണ്ട് ഇങ്ങനെ ഒരു മാറ്റം ഇന്ന രംഗത്തുണ്ടായി എന്ന് പറയാൻ ഏതെങ്കിലും കാര്യമുണ്ടോ? തരൂർ MP ഈ 10 വർഷം 2004 2003 തറക്കല്ലിട്ട ആലപ്പുഴ ബൈപ്പാസ് ബ്രിഡ്ജ് 2018 BJP 14 വന്നതിന് ശേഷം 15 16 തീരുന്നത്. ഈ 10 വർഷം UPA ഗവൺമെന്റ് എന്തെങ്കിലും ചെയ്തോ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വിഷണറിയുടെ എന്തെങ്കിലും ഒരു പ്രയോജനം തിരുവനന്തപുരത്തിനോ കേരളത്തിനോ ഉണ്ടായതായി ഞാൻ ചോദിച്ചാണ്, ഒരു അക്കാഡമിക് സംശയത്തിന് ചോദിച്ചാണ്. അങ്ങനെ ഏതെങ്കിലും താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടോ? എന്റെ മുമ്പിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പൊ പിന്നെ നമ്മൾ വിഷണറി എന്നൊക്കെ പറയുമ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അദ്ദേഹം നന്നായി സംസാരിക്കുന്ന ആളാണ്, നന്നായി ലേഖനങ്ങൾ എഴുതുന്ന ആളാണ്, പുസ്തകം എഴുതുന്ന ആളാണ്. അതിനപ്പുറത്തേക്ക് ഒരു ഭരണാധികാരി എന്ന നിലയ്ക്ക് അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു. ഏതെങ്കിലും ഒരു തരത്തിൽ അദ്ദേഹം IPL ഈ ലേലത്തിൽപ്പെട്ട് അദ്ദേഹം ആ സർക്കാരോട് നാണക്കേട് ഉണ്ടാക്കിയതിനപ്പുറത്തേക്ക് അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു വലിയ സംഭാവന എടുത്തു പറയാൻ എന്തെങ്കിലും ഉണ്ടോ? സംഭാവന അവർ ഉപയോഗിക്കപ്പെടേണ്ടി നമ്മൾ എന്തിനാണ് ഈ സെലിബ്രിറ്റികളെയൊക്കെ കൊണ്ടുവന്നവരെന്നൊക്കെ ഉദ്ഘാടനം ചെയ്യുന്നത്? കാരണം ഒരു വലിയ ഓഡിയൻസിലേക്ക് കാര്യങ്ങൾ എത്താനാണ്. ഇപ്പൊ അദ്ദേഹം നാളെ ഒരു പത്രസമ്മേളനം നടത്തുകയും ഒരു എന്താ പറയുന്നത് ഭരിക്കുന്ന പാർട്ടിക്കെതിരെ എന്തെങ്കിലും ഒരു അലിഗേഷനോ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ലോകം മുഴുവനുള്ള മാധ്യമങ്ങളോട് സെലിബ്രിറ്റി എന്ന നിലയ്ക്ക് ശശി തരൂരിന് വാല്യുണ്ട്.
സെലിബ്രിറ്റി വാല്യൂ ഉണ്ട്, അതിനപ്പുറത്തേക്ക് ഒരു വിഷണറി എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളൊരു വിഷണറി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ പിണറായി വിജയൻ വിഷണറി ആണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പറയാനുണ്ട്, ഉമ്മൻചാണ്ടി വിഷണറി ആണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പറയാൻ കാര്യങ്ങളുണ്ട്, കെ കരുണാകരനെ കുറിച്ച് പറഞ്ഞാൽ, EMS നെ കുറിച്ച് പറഞ്ഞാൽ, കേരളത്തിലെ ഒട്ടുമിക്ക മുഖ്യമന്ത്രിമാരെ കുറിച്ചും VS അച്യുതാനന്ദനെ കുറിച്ച് പറഞ്ഞാലൊക്കെ അവർക്ക് വിഷണറി എന്ന് പറയാൻ നമുക്ക് എടുത്തു കാണിക്കാൻ നിരവധി മാതൃകകളുണ്ട്. ഇത് ശശി തരൂരിനെ സംബന്ധിച്ച് അങ്ങനെ എന്ത് സംഭാവനയാണ് ഉള്ളത് എന്നൊരു സംശയത്തിൽ ചോദിച്ചതാണ്. അല്ല, സംശയം ശരി തന്നെയാണ്. പക്ഷെ അദ്ദേഹം കോൺഗ്രസ് UPA ഭരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം തിരുവനന്തപുരത്തെ ബാർസലോണയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കുറെ പറഞ്ഞു. കാര്യങ്ങളൊക്കെ ചില പ്രൊജക്റ്റുമായിട്ടൊക്കെ അദ്ദേഹം ബന്ധപ്പെടുകയും അത് കേന്ദ്രത്തിൽ നിന്നൊന്നും അതിന്റെ ഒന്നും അപ്രൂവലും അല്ലെങ്കിൽ അതിന്റെ ഒന്നും സഹകരണമൊന്നും കിട്ടിയിട്ടില്ലെന്നുള്ളതാണ് ചില പിന്നാമ്പുറ സംസ്ഥാനങ്ങളും ചില റൈറ്റപ്പുകളും ഒക്കെ വായിച്ചിട്ടുള്ളത്. എത്ര കണ്ട് ശരിയാണെന്ന് നമുക്കറിയത്തില്ല, അദ്ദേഹം പറയേണ്ട കാര്യങ്ങളാണ്. മനസ്സിലായല്ലേ? അപ്പൊ വിഷയമല്ല, അദ്ദേഹത്തിന്റെ കഴിവുകളെ ഉപയോഗിച്ചിട്ടില്ല എന്ന് നമ്മളെല്ലാം കാണുന്നതല്ലേ. ഉപയോഗിക്കുക മാത്രമല്ലല്ലോ, നിങ്ങളൊരു പദവി തന്ന് നിങ്ങൾക്ക് ഇരുത്തിയാൽ നിങ്ങൾ ആ പദവി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ കഴിവ് തെളിയിക്കല്ലേ വേണ്ടത്, അല്ലാതെ അവിടെ പിന്നെ ആരും ഉപയോഗിച്ചില്ല എന്ന് പറഞ്ഞാൽ ആരാ ഉപയോഗിക്കേണ്ടത്? അദ്ദേഹത്തിന് ഒരു സുപ്രധാനമായ റോൾ ഉണ്ടായിരുന്നു. ഒന്നാം UPA സോണിയാഗാന്ധിയുമായിട്ടൊക്കെ ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന കോൺഗ്രസ് നേതാവായിരുന്നു ശശി തരൂർ. അപ്പോൾ അദ്ദേഹത്തിന് അധികാരത്തിന്റെ എല്ലാവിധ സൗകര്യങ്ങളും, അധിക സൗകര്യങ്ങൾ, കേരളത്തിലൊരു നേതാവിന് സോണിയാഗാന്ധിയെ കാണണമെങ്കിൽ അപ്പോയിന്റ്മെന്റ് എടുത്ത് പോകുമ്പോൾ അതൊന്നും വേണ്ടാതെ കാണാനും സംസാരിക്കാനും അവതരിപ്പിക്കാനും നടപ്പാക്കാനും ഒക്കെ ശേഷിയുണ്ടായിരുന്നു. അന്ന് എന്തു ചെയ്തു എന്നൊരു ചോദ്യമില്ലേ? അന്ന് എന്ത് ചെയ്തു എന്നുള്ളത് ചോദ്യത്തോടു കൂടി തന്നെ അന്ന് എന്ത് ചെയ്യാൻ പറ്റാതെ പോയി എന്നുള്ളത് കൂടെ ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ടെങ്കിൽ അത് ശശി തരൂരിനെ മാത്രം കുഴപ്പമാണ്, മറ്റാരുടെയും കുഴപ്പമില്ല. നിങ്ങൾക്ക് അധികാരം കിട്ടിയിട്ട് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് അങ്ങനെ വിലപിച്ചുകൊണ്ട് കാര്യമില്ല. ശ്രീമതി മിനിയാണ് മാവേലിക്കരയിൽ നിന്നും. ശ്രീമതി മിനി, താങ്കൾ എങ്ങനെയാണ് ഈ തരൂരിനോടുള്ള കോൺഗ്രസിന്റെ നിലപാടിനെയും കോൺഗ്രസിനോടുള്ള തരൂരിന്റെ നിലപാടിനെയും കാണുന്നത്? സാറേ, തരൂരെന്ന് പറയുന്നത് ഒരു പോപ്പുലർ ഫേസ് ആണല്ലോ കോൺഗ്രസിന്റെ. അപ്പം ഈ കോൺഗ്രസിലുള്ള നേതാക്കന്മാരെ നിലനിർത്തുക എന്നുള്ളത് അവര് പ്രത്യേകിച്ച് അവര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നേതാക്കന്മാരെ എല്ലായിടവും പൊരുത്തക്കേടും എല്ലാം ഉണ്ടാവുമല്ലോ, അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്നുള്ളത് കോൺഗ്രസ് എന്ന് പറഞ്ഞ സംഘടനയുടെ ഒരു ഉത്തരവാദിത്വമാണല്ലേ. ഇപ്പം അദ്ദേഹം ഈ കോൺഗ്രസിൽ നിന്ന് പോയാൽ നമ്മുടെ കേരളത്തിൽ മാറ്റം ഉണ്ടാവുന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇത് എഫക്ട് ചെയ്യുന്ന BJP ക്യാമ്പയിൻസ് മറ്റു സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവും. അതിന് എക്സാമ്പിൾ പറയുമ്പോൾ നമ്മൾ ആസാം CM, അതുപോലെ ജ്യോതിരാജ് സിന്ധ്യ, ഇതൊക്കെ എടുത്തു പറയേണ്ട കോൺഗ്രസ് നേതാക്കളാണ്. കോൺഗ്രസിന്റെ ഒരു കാലത്ത് വലിയ നേതാക്കളായിരുന്നു. അവരൊക്കെ പോയതുപോലെ ഉണ്ടായ നഷ്ടങ്ങൾ വലുതുമാണ്. അതെ, അപ്പം ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി നേതൃസ്ഥാനം ഇതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. പരസ്പരം അങ്ങോട്ടും ഇങ്ങനെ സംസാരിക്കുന്നതിൽ അർത്ഥമുണ്ടോ സാറേ? ഒരു കാര്യങ്ങളും ഇല്ല. ശരി, കഴിവുള്ള ഒരു നേതാവാണ് മിനിയുടെ. വിജയകുമാറാണ് പട്ടാമ്പിയിൽ നിന്നാണ്. ശ്രീ വിജയകുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഇതിൽ കോൺഗ്രസും തരൂരും തമ്മിൽ ഈ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഇതൊരു ടോം ആൻഡ് ജെറി കളിയാണോ നടന്നുകൊണ്ടിരിക്കുന്നത്? ശരിക്കും വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഇപ്പോ ഇതായിട്ട് ബന്ധപ്പെട്ടതാണ് പറയാം, അതായിട്ടും നല്ലത്. എന്താ വെച്ചാൽ ഇപ്പൊ ഇന്ത്യയിൽ LDF ഇല്ല, ഇന്ത്യയിലില്ല. അപ്പൊ ഈ ശശി തരൂർ, അതുപോലെ MA ബേബി, ഇങ്ങനെ ഗുലാം നബി ആസാദ്, ഇതുപോലെയാണ് MK സ്റ്റാലിൻ, ചന്ദ്രശേഖർ റാവു തെലങ്കാന, ഇങ്ങനെ എല്ലാവരും കൂടി കോൺഗ്രസിനും BJPക്കും എതിരായിട്ട് അതിൽ നിതീഷ് കുമാർ അടക്കം വരും. അങ്ങനെ ശരിക്കും മുന്നണിയാണ് വേണ്ടത്. ശശി തരൂർ നമ്മൾ ഒരിക്കലും കുറച്ച് കാണാൻ പറ്റില്ല, ഏറ്റവും നല്ല നേതാവ് തന്നെയാണ്, നമുക്ക് യോജിപ്പില്ലെങ്കിലും. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. പ്രേക്ഷകരെ സംബന്ധിച്ച് ശശി തരൂരിനെതിരെ ശക്തമായ നടപടിയെടുക്കാൻ കോൺഗ്രസ് തയ്യാറാവണം എന്നാവശ്യപ്പെട്ടവരുണ്ട്. അങ്ങനെയല്ല, തരൂരിനെ പോലൊരു നേതാവിൻ്റെ വിമർശനങ്ങളെ ഉൾക്കൊണ്ട് കോൺഗ്രസ് തിരുത്തണം എന്ന് പറഞ്ഞവരുണ്ട്. അങ്ങ് കോൺഗ്രസും തരൂരും ചേർന്ന് നിൽക്കാൻ തയ്യാറാവണം എന്ന് പറഞ്ഞവരും ഒക്കെയുണ്ട്. വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളാണ് സ്വാഭാവികമായും ഇത്തരം ഒരു വിഷയത്തിലുണ്ടാവുക. അത്തരം അഭിപ്രായ പ്രകടനങ്ങളും ഒക്കെയാണ് ഉണ്ടായത്. ഒരിക്കൽ കൂടി പ്രേക്ഷകരോട് അഭ്യർത്ഥിക്കുകയാണ്, ചിലരെങ്കിലും സംസാരിക്കുന്ന ഘട്ടത്തിൽ എതിർ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ, വ്യക്തികൾക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കാം. അത് എത്ര ശക്തമായി വേണമെങ്കിലും വിമർശനങ്ങൾ ഉന്നയിക്കാം. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയൊക്കെ പറയുന്നവരുടെ ടെലിഫോൺ കോൾ കട്ട് ചെയ്യാതെ ഞങ്ങൾ അവരെയൊക്കെ പറയാൻ അനുവദിക്കുന്നത്. പക്ഷേ കുറച്ചുകൂടി മാന്യമായി ഒരു പൊതുവേദിയിൽ നമ്മൾ പറയുമ്പോൾ ഉപയോഗിക്കേണ്ട ഒരു മാന്യതയും അന്തസ്സും ഒക്കെ മറ്റുള്ളവരെ കുറിച്ച് പറയുമ്പോൾ, ഒരാളെ കള്ളൻ എന്ന് വിളിക്കുമ്പോൾ കോടതിയെങ്കിലും, അല്ലാതെ ഒരാൾ ആരോപണം വന്നതിന് പേര് ആരെയും കള്ളൻ എന്ന് വിളിക്കാൻ ആർക്കും അവകാശമൊന്നുമില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ കുറെ കൂടി ജാഗ്രതയോടുകൂടി ശ്രദ്ധിക്കണം. അതൊരു ജനാധിപത്യ വേദിയാണ്. ജനാധിപത്യ വേദിയിൽ സംവാദങ്ങൾ നടക്കേണ്ടത്, തർക്കങ്ങളും സംവാദങ്ങളും ഒക്കെ ഉണ്ടാവണം. അതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. അല്ലെങ്കിൽ ഏകപക്ഷീയമായി പോകില്ല. അതെല്ലാം ഉണ്ടായിക്കോട്ടെ, പക്ഷേ മാന്യമായ രീതിയിലുള്ള സംവാദങ്ങളും തർക്കങ്ങളും ഒക്കെ ആവണം ഉണ്ടാവേണ്ടത് എന്നുള്ള ഒരു അഭ്യർത്ഥനയോടുകൂടി നിർത്തുകയാണ്. എന്തായാലും നാളെയും ഇതേ സമയം News 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.